സുവിശേഷം ഞങ്ങളിൽ നിന്ന് നിങ്ങളുടെ അടുക്കിലേക്ക് വന്നത് എങ്ങനെയാണ്? അത് കേവലം വചനമായി മാത്രമല്ല, എന്ന് പറഞ്ഞാൽ വാചകയടി മാത്രമല്ല. നല്ല വാചകങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നന്നായി ആരെങ്കിലും സംസാരിച്ചാൽ അത് കേൾക്കാൻ എനിക്ക് ഭയങ്കര താല്പര്യമാണ്. ജസ്റ്റ് ഫോർ എക്സാമ്പിളിന്, ഇന്നലെ ഒരു പഴയ IAS ഓഫീസർ സെൻറ്റ് ബർക്കമൻസ് കോളേജിൽ, ചങ്ങനാശ്ശേരി SB കോളേജിൽ മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു മീറ്റിങ്ങിന് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. 18-19 മിനിറ്റ് ഒരു മെസ്സേജ് ആയിരുന്നു. ഞാൻ ജനമയെ കൂടെ വിളിച്ചിരുത്തി വന്നിരുന്ന് കേൾക്കാൻ പറഞ്ഞു. കാര്യം നല്ല സാഹിത്യ ഭാഷ ശ്രദ്ധിക്കുന്നത് 2-3 പ്രാവശ്യം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്, ഒത്തിരി പ്രാവശ്യം ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. പക്ഷേ വാചകവടി കൊണ്ട് തീരുന്നതല്ല ഞങ്ങളുടെ സുവിശേഷം. സുവിശേഷം സംസാരത്തിൽ ഒതുങ്ങുന്നതല്ല, അത് പോയിന്റുകളിൽ നിൽക്കുന്നതല്ല. പകരം സുവിശേഷം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടും അടയാളത്തോടും ദൃഷ്ടാന്തത്തോടും കൂടെ നിങ്ങളുടെ അടുക്കിലേക്ക് വന്നു. ഒന്നുകൂടെ വായിച്ചോട്ട വാക്യം എങ്ങനെയാണ് അങ്ങോട്ട് വന്നത്? ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ ആയിരുന്നു. ശക്തിയോടും പരിശുദ്ധാത്മ നിശ്ചയത്തോടും ബഹുനിർണയത്തോടും കൂടെ ആയിരുന്നു. പിന്നെ നിങ്ങളുടെ അടുക്കൽ വന്നത് നിങ്ങളുടെ നിമിത്തം ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ എങ്ങനെ പെരുമാറിയിരിക്കുന്നു എന്ന് അറിയുന്നുവല്ലോ. നിങ്ങളുടെ അടുക്കലേക്ക് സുവിശേഷം വന്നു. അതെങ്ങനെയാ വന്നത്? ശക്തിയോടെ, പരിശുദ്ധാത്മ നിബന്ധനയിൽ, പരിശുദ്ധാത്മ ശക്തിയിൽ, ദൈവകൃപയിൽ, അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും. അതായിരുന്നു അപ്പസ്തോലിക മാതൃക എന്ന് കണ്ടു. ബേഥേലിലേക്ക് ദൈവശബ്ദം വന്നത് അങ്ങനെ ആകയാൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരുപാട് പേർക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. അവരെന്നും പറയും, കാരണം കഴിയുമെങ്കിൽ വൃതന്മാരെയും വീഴ്ത്തുക. അങ്ങനെയാണ് വന്നത്. മാത്രമല്ല, ഞങ്ങളുടെ ഇടപെടൽ എങ്ങനെയായിരുന്നു? നിങ്ങളോടുള്ള അപ്പോസ്തലന്മാരുടെ ഇടപെടൽ എങ്ങനെയായിരുന്നു? എന്തെങ്കിലും കിട്ടണമെന്ന് കണ്ട് ഒരുത്തനെ സ്നേഹിച്ചിട്ടില്ല. എന്തെങ്കിലും ഒരുത്തനെ പറഞ്ഞുയർത്തി കസേര പിടിക്കുവാൻ ഒരു കാലത്തും ശ്രമിച്ചിട്ടില്ല. ഇതിൻ്റെയൊക്കെ അപ്പുറത്താണ് സുവിശേഷം. ഞങ്ങളുടെ ഇടപെടൽ നിങ്ങളോട് എങ്ങനെയായിരുന്നു? ഏറ്റവും മാന്യവും ഡീസൻറ്റുമായിരുന്നു. താവട്ടെ. ഇഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. നിങ്ങളുടെ അനുഭവം എന്തായിരുന്നു? നിങ്ങൾക്ക് ഒരുപാട് കഷ്ടം സഹിക്കേണ്ടി വന്നു. ബഥേലൊക്കെ സഹിച്ച കഷ്ടം ഭയങ്കരമാണ്. നിങ്ങൾക്ക് ഒരുപാട് കഷ്ടം സഹിക്കേണ്ടി വന്നു. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ നിങ്ങൾ വചനം സ്വീകരിച്ചു. കഷ്ടത്തെ നിങ്ങൾ ഏറ്റെടുത്ത് നിങ്ങൾ നോക്കിയില്ല, നിങ്ങൾ വചനം സ്വീകരിച്ചു. 1, നിങ്ങളുടെ അടുക്കിലേക്ക് വചനം വന്നു. 2, നിന്നവരായ ഞങ്ങൾ മാതൃകകൾ കാണിച്ചു. 3, സ്വീകരിച്ച നിങ്ങൾ അതിനെ ആത്മാർത്ഥമായി സ്വീകരിക്കുകയും വേണ്ട പ്രതികരണം ദൈവവചനത്തിന് കാഴ്ചവെക്കുകയും ചെയ്തു. നിങ്ങളും അതുപോലെ തന്നെ പെരുമാറി. അങ്ങനെ നിങ്ങൾ മക്കെദോനിയയിലും അഖായയിലും വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും മാതൃകയായി തീർന്നു. അങ്ങനെ സഭ എവിടം വരെ ചെന്നിട്ടുണ്ടോ അവിടെയെല്ലാം, മക്കെദോന്യയിലും അഖായയിലും നിങ്ങളെക്കുറിച്ചുള്ള സാക്ഷ്യം എവിടം വരെ ചെന്നിട്ടുണ്ടോ അവിടെയെല്ലാം നിങ്ങൾ സാക്ഷികളായി തീർന്നു. ഇന്നിതിങ്ങോട്ട് തിരിച്ചു പറയുമ്പോൾ, കഴിഞ്ഞ ഏതാണ്ട് 66 വർഷം കർത്താവിൻ്റെ വയൽപ്രദേശത്ത് നിന്ന ശേഷം, ലോകത്തിലെ 60-ഓളം രാജ്യങ്ങൾ സന്ദർശിച്ച ശേഷം എന്നെ പ്രാഗൽഭ്യത്തോടെയാണെന്നറിയാമോ ഇന്ന് ഞാൻ പറയുന്നത്? ബഥേലിലെ വിശുദ്ധന്മാരെക്കുറിച്ചും വിശുദ്ധമതികളെക്കുറിച്ചും ലോകം വ്യാപകമായി കാണുന്നതായ ആ സാക്ഷ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ സാക്ഷ്യം സകലയിടങ്ങളിലും വരുന്നു. പിന്നെ നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിന്റെ വചനം മുഴങ്ങിച്ചെന്നത്, നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിന്റെ വചനം പോയത് വന്നതുപോലെയല്ല, അവിടെ ഒന്ന് മുഴങ്ങിച്ചെന്നു. സ്തോത്രം. ആ മുഴക്കം എന്ന പദമാണ് ഇന്ന് എടുക്കാൻ ഞാൻ താല്പര്യപ്പെട്ടത്. നിങ്ങളുടെ അടുക്കിലേക്ക് ദൈവവചനം വന്നത് ആത്മാവിൻ്റെ ഗൗരവത്തിലാണ്, ശക്തിയിലാണ്, ശക്തിയുടെ പ്രദർശനത്തിലാണ്. നിങ്ങളുടെ മുമ്പിൽ നൽകപ്പെട്ട മാതൃക ഏറ്റവും യോഗ്യമായിരുന്നു. നിങ്ങൾ കാണിച്ച പ്രതികരണം സന്തോഷത്തോടെ നിങ്ങൾ അംഗീകരിച്ചു. നിങ്ങൾ ദൈവവചനത്തിന് കീഴടങ്ങി. ആകയാൽ വചനം നിങ്ങളുടെ ഇടയിൽ മാത്രം നിന്നില്ല, നിങ്ങളുടെ ഇടയിൽ നിന്ന് വചനം മുഴങ്ങി ചുറ്റുവട്ടങ്ങളിലേക്ക് വ്യാപരിച്ചു. ദൈവത്തിൻ്റെ മഹാകരുണയാൽ ബഥേൽ ലോകത്തിൻ്റെ 5 വൻകരകളിലായി, അല്ല 7 വൻകരകളിലായി. 7 നമുക്ക് ധൈര്യപൂർവ്വം പറയാം. പ്രയാസമാണ് 7 വൻകരകളിലും ചെന്നെങ്കിലും അതിൻ്റെ മുഴക്കം എല്ലായിടത്തും ഉണ്ടാകത്തില്ല. കുറഞ്ഞ പക്ഷം 5 വൻകരകളിൽ സുവിശേഷം അതിൻ്റെ ശക്തിയിൽ മുഴങ്ങിച്ചെല്ലുവാൻ ദൈവം ബഥേലിന് തന്ന പദവിക്കായി എൻ്റെ കർത്താവിനെ വാഴ്ത്തുകയാണ്. നമ്മൾ ആഴത്തിലോട്ട് ഇറങ്ങി വരികയാണ്. വൃതന്മാരെ കുറിച്ച് ദൈവം പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയാണ്? എവിടം വരെ പോകാനാണ്? നിങ്ങളുടെ വചനം മുഴങ്ങിച്ചെന്നു. പിന്നെ നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിന്റെ വചനം മുഴങ്ങിച്ചെന്നത് മക്കെദോനിയയിലും അഖായയിലും മാത്രമല്ല, എല്ലാവരും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധമായിരിക്കുന്നു.
നിങ്ങളെക്കുറിച്ചുള്ള ദൈവകൃപയും നിങ്ങളെക്കുറിച്ചുള്ള സാക്ഷ്യവും ലോകം മുഴുവനും പ്രസിദ്ധമായി ഇവിടം വരെ വളർത്തിക്കൊണ്ടെന്ന് ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കടുത്തതിലേക്ക് മാറ്റാം. കഴിഞ്ഞ ആഴ്ചയിൽ തൊട്ടതാണ്, പിന്മാറിയാൽ ചുട്ടുകളകയാണ് അതിൻ്റെ അവസാനം. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നിങ്ങൾ പിന്മാറുന്നുവെങ്കിൽ ചുട്ടുകളകയാണ് അവസാനം, പിന്നീട് ഒരു വീണ്ടെടുപ്പുണ്ടാകുന്നതല്ല. പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ടും ഭൂമി കൃഷിക്കാർക്ക് ഇഷ്ടമായ ആവശ്യമുള്ളതായ ഫലം കൊടുക്കുന്നില്ലെങ്കിൽ, ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ, അതിനടുത്ത ഉദാഹരണം പറയുന്നത് ഇതാണ്: നിങ്ങളുടെ വചനം ഭൂമി കൃഷിക്കാരന് ഹിതകരമായ ഫലം പുറപ്പെടുവിക്കുന്നില്ലെങ്കിൽ, എനിക്ക് വേണ്ടത് പ്ലാവാണെങ്കിൽ അവിടെ നിന്ന് മാവുണ്ടായാൽ എനിക്കതിനകത്ത് താല്പര്യമില്ല. നിങ്ങളിൽ ഒരാളിനെ സ്വർഗത്തിലെ ദൈവം തിരഞ്ഞെടുത്തത് ലോകത്തിൽ പ്രയോജനപ്പെടുവാനുള്ള ഒരു ഉപദേഷ്ടാവായിട്ടാണെങ്കിൽ, അതെ, ആളുകളെ പണിയുന്ന ഉപദേഷ്ടാവാകുക. വേറൊരാളിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് സുവിശേഷകനായിട്ടാണെങ്കിൽ സുവിശേഷകനാകുക. ഒരാളിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് രോഗശാന്തിയുടെ വരപ്രാപ്തനായിട്ടാണെങ്കിൽ ചെയ്യുക. ഉദ്ദേശിക്കുന്ന ഫലം കൊടുക്കുന്നില്ലെങ്കിൽ ചുട്ടുകളകയാണ് അവസാനം എന്ന് പറയുന്നത്. നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് വാട്ട് യു കോൾ റിവിഷൻ ആകിയാൽ ഞാനിങ്ങനെ ഓടിച്ചു പോവുകയാണ്. എബ്രായർ 4-ന്റെ 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ബാക്ക് സ്ലൈഡേഴ്സ്, പിന്മാറ്റക്കാരെ ചുട്ടുകളകയുള്ളൂ, വേറെ ഒന്നുമില്ല. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേൽക്കും. മത്തായിയുടെ സുവിശേഷം 24, 25 വാക്യങ്ങൾ. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ, ഈ വാക്യം പല പ്രാവശ്യം വായിച്ചതാണ്. ആഴത്തിൽ അർത്ഥത്തിലേക്ക് നമ്മൾ പോകുകയാണ്. കഴിയുമെങ്കിൽ വ്രതന്മാരെയും തെറ്റിക്കേണ്ടതിന് അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. ഓർത്തുകൊള്ളുകയും, ഞാൻ മുൻപ് കൂട്ടി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. കഴിയുമെങ്കിൽ വ്രതന്മാരെയും തെറ്റിക്കേണ്ടതിന് വ്യാജമായ അടയാളങ്ങളും വ്യാജമായ വീര്യപ്രവൃത്തികളും, കണ്ടാൽ തിരുസഭയെന്ന് തോന്നുമാറ് വ്യാജമായ ഉപദേശങ്ങൾ സംസാരിക്കും. തുടങ്ങാം. വ്യാജമായ ഉപദേശങ്ങൾ. ഞാൻ പല ആവർത്തി പറഞ്ഞു, ക്രിസ്തുവിന് ഉപദേശം. നിങ്ങൾ പോകുമ്പോൾ രോഗികളെ സൗഖ്യമാക്കുവീൻ, നിങ്ങൾ പോകുമ്പോൾ അശുദ്ധാത്മാക്കളെ പുറത്താക്കുവിൻ. ആക്ച്വലി ഓർഡർ അശുദ്ധാത്മാക്കളെ പുറത്താക്കുക, രോഗികളെ സൗഖ്യമാക്കുക, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുക, ദൈവരാജ്യം സമീപിച്ചു എന്ന് ഘോഷിക്കുക. ഇതാണ് ഓർഡർ. ഈ ഓർഡറിൽ നിങ്ങൾ പോകുവാൻ യേശു അയച്ചു. എന്നാൽ ദുരുപദേഷ്ടാക്കന്മാർ എഴുന്നേൽക്കുമ്പോൾ ഈ ആശയം മാറ്റിയിടും. എന്നാൽ വേറൊരു വിഭാഗത്തിലേക്ക് മാറുമ്പോൾ ഒരു കൂട്ടം ആളുകൾ ഇതെല്ലാം മറിച്ചു കളയും. ഇനി ഒരു കൂട്ടം ആളുകൾ വ്യാജമായ അടയാളങ്ങളും വ്യാജമായ അത്ഭുതങ്ങളും രംഗത്ത് കൊണ്ടുവരും. എങ്ങനെ വ്യാജമായ അടയാളങ്ങളും അത്ഭുതങ്ങളും കൊണ്ടുവരും? അശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിൽ സാത്താൻഡാനും വെളിച്ചദൂതന്റെ വേഷം ധരിച്ചു മുന്നോട്ട് വരും. മറക്കല്ലേ, സാത്താൻഡാനും വെളിച്ചദൂതന്റെ വേഷം ധരിച്ചു മുന്നോട്ട് വരും. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു എന്ന് ധരിക്കുന്ന ആളുകൾ അന്യഭാഷ സംസാരിക്കുന്ന പലതും പരിശുദ്ധാത്മാവിൽ അല്ല. കുറെ എണ്ണം വ്യാജമായി സ്വയം നിർമ്മിച്ചതും. ഞാൻ പറഞ്ഞല്ലോ, മറ്റുള്ളവരെ പടുകുറ്റം പറഞ്ഞ ശേഷം ദൈവത്തിൻ്റെ വചനത്തിനും ദൈവഹിതത്തിനും വിരുദ്ധമായി വിശുദ്ധന്മാരെ രാപകൽ അപവാദം പറഞ്ഞ ശേഷം പ്രൈസ് ദി ലോർഡ് എന്നൊക്കെ അങ്ങോട്ട് പറയുമ്പോൾ ഇവനും ആത്മീയനാണോ എന്ന് തോന്നിപ്പോകും. അല്ല. കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിക്കേണ്ടതിന് വ്യാജമായ ഒരു അടയാളം കാണിക്കുക മാത്രമാണ്. അടുത്ത പടിയിലേക്ക് മാറിയാൽ ജീവിതത്തിൽ വിശുദ്ധിയില്ലാതെ, ഉപദേശത്തിൽ വിശുദ്ധിയില്ലാതെ, യേശുവിൻ്റെ നാമം ഉപയോഗിച്ചുകൊണ്ടെങ്കിലും ചെയ്യുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും വ്യാജ അടയാളങ്ങളെന്ന് കണ്ടുപിടിക്കുവാൻ സഭ മറന്നു പോകരുത്. അത് വ്യാജ അടയാളങ്ങളായിരിക്കും, അത് വ്യാജപ്രവൃത്തികളായിരിക്കും. 42 43 വർഷം പ്രവചന ശുശ്രൂഷ ചെയ്തിട്ടുള്ള വ്യക്തികളിൽ നിന്നും ദുരാത്മാക്കളെ പുറത്താക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രിയിലും ഒരാൾ എന്നെ വിളിച്ചു പറഞ്ഞു, പാസ്റ്ററേ, കർത്താവ് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് എന്നെ നടത്തുന്നു, ഓർത്ത് പ്രാർത്ഥിക്കണം. കഴിഞ്ഞ രാത്രിയിൽ വിളിച്ചതാണ്. പല സ്ഥലങ്ങളിലേക്ക് ദൈവം എന്നെ നടത്തുന്നു, പ്രാർത്ഥിക്കണം. ഭൂതങ്ങളുടെ മേലൊരു പ്രത്യേക അധികാരം ദൈവം ഈ ദിവസങ്ങളിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അന്യഭാഷ സംസാരിക്കുന്ന, എല്ലാ ആഴ്ചയിലും പ്രസംഗിക്കുന്ന ഭക്തന്മാരായ പാസ്റ്റർമാരിൽ പലരും അശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരിൽ നിന്ന് അവയെ പുറത്താക്കുവാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം ഇടയാക്കി.
എല്ലാം കണ്ടിട്ടുണ്ട്. നല്ല മീറ്റിങ്ങുകളിൽ ഇരിക്കുന്നവർ ഭൂതാവേശരായി തേണ്ട ഹല്ലേലൂയ എന്ന് വിളിച്ചു പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അന്യഭാഷയിൽ പാടുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. വ്യാജമായ അടയാളങ്ങളും വ്യാജമായ അത്ഭുതങ്ങളും എന്തിനു വേണ്ടി? കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിക്കുക. എന്ത് ചെയ്യുവാൻ സാധിക്കും? നമ്പർ 1, ദൈവവചനത്തിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കുക. നമ്പർ 2, ദൈവവചനത്തിൻ്റെ മാതൃകയിൽ പിന്തുടരുക. ഇതുകൊണ്ട് മാത്രമേ നമുക്ക് സാത്താനെ ജയിക്കുവാൻ കഴിയുകയുള്ളൂ. ഔവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ എന്ന വാക്യം നമ്മൾ പല ആവർത്തി എടുത്തു. കഴിഞ്ഞ ആഴ്ച ഞാൻ ഇങ്ങനെ പറഞ്ഞു, യേശുവിനും ഇതേ ഉപായമുണ്ടായി. ഹവ്വായുടെ അടുക്കൽ വന്ന് തൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം നല്ലതാണ്, തിന്നാൽ നീ ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞ് വേദപുസ്തകത്തെ അല്പസ്വല്പം മറിച്ചു കളഞ്ഞ്, ദൈവകൽപ്പനയെ അല്പസ്വല്പം മറിച്ചു കളവാൻ ശ്രമിച്ചെങ്കിൽ യേശുവിൻ്റെ അടുക്കൽ ചെന്നേച്ച് പറഞ്ഞു, ഈ കല്ലപ്പമായി തീരാൻ പറ, നീ ഗോപുരത്തിൻ്റെ മുകളിൽ നിന്ന് താവോട്ട് ചാട്, വചനത്തിൽ എഴുതിയിരിക്കുന്നത് നീ ഒന്ന് ചെയ്തതാ. അല്ലേ യേശുവിൻ്റെ അടുക്കൽ ഡയറക്റ്റ് എന്ന് പറഞ്ഞതല്ലേ ആകാശത്തുനിന്നൊരു അടയാളം കാണിക്കണമെന്ന്? അടയാളം കാണാത്തത് കൊണ്ടാണോ ചോദിച്ചത്? അല്ല. കഴിയുമെങ്കിൽ പിശാചിൻ്റെ വാക്കിൻ്റെ മുമ്പിൽ ഒരുത്തനെ വീഴിക്കുവാൻ. അന്ന് അടയാളം ചെയ്യാഞ്ഞ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞാൻ ഒരിക്കൽ ഒരു മനുഷ്യനെ കണ്ടു. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. അദ്ദേഹം ഇവിടെ വന്നിട്ടുമില്ല. ഞാൻ അദ്ദേഹത്തെ വടക്കേ ഇന്ത്യയിൽ ഒരു ബൈബിൾ ക്ലാസ് എടുക്കാൻ ഒരിക്കൽ പോയ സമയത്ത് ഒരു ബൈബിൾ സ്കൂളിനകത്ത്, ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് ബൈബിൾ സ്കൂളുകളിൽ അധിക സമയം ക്ലാസ് എടുത്തിട്ടുമില്ല. എന്നാൽ ഒരു പ്രത്യേക ബൈബിൾ സ്കൂളിൽ അവരുടെ സ്റ്റുഡൻസിനോട് 1-2 ദിവസം സംസാരിക്കണമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. അങ്ങനെ ഒരിക്കൽ ഞാൻ പോയിരുന്നു. അന്ന് കുറച്ച് പേര് എൻ്റെ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാൻ ഇരിപ്പുണ്ട്. പലരോടും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഭാഷയുടെ വൈകല്യം കൊണ്ടാണ്. ഒരു തർജ്ജമ ഉണ്ടെങ്കിലും അത് കൊളോക്കിയൽ ലാംഗ്വേജിൽ അല്ലാത്തത് കൊണ്ട് പലർക്കും മനസ്സിലാകുന്നില്ല. ആ കൂട്ടത്തിൽ ഒരു ഉഴപ്പനെ കണ്ടു, ഒരു ഉഴപ്പൻ. അവനൊന്നും ശ്രദ്ധിക്കുന്നില്ല. അപ്പം ഞാൻ എന്നെ വിളിച്ചുകൊണ്ട് പോയ ആളിനോട് ചോദിച്ചാൽ ആ പുള്ളിയെ ഒന്ന് ഒഴിവാക്കാമെങ്കിൽ, കാര്യം പുള്ളിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല, അതുകൊണ്ടാണ്. അദ്ദേഹം പറഞ്ഞു, ബ്രദറെ അവർക്ക് ഒന്നും മനസ്സിലാകുന്നില്ല, പക്ഷെ പാർട്ടി ആരാന്നറിയാമോ? മരിച്ചവരെ ഉയർപ്പിക്കുന്ന. ഞാനങ്ങ് ഞെട്ടി. മരിച്ചവർ ഉയർപ്പിക്കുന്ന ആൾ എൻ്റെ ക്ലാസ്സിന് വന്നിരിക്കുമോ? ഞാൻ അയാളുടെ ക്ലാസ്സിനല്ലേ ഇരിക്കേണ്ടത്? അറിയാവുന്ന തർജ്ജമക്കാരും ഒക്കെയായി ഞാൻ മനുഷ്യനെ വിളിച്ചു ചോദിച്ചു, ബ്രദറെ എന്താ സാഹചര്യം? പറഞ്ഞു, ഞങ്ങൾ സുവിശേഷം പറഞ്ഞു കൊണ്ടുപോകുമ്പോൾ ഒരു ഗ്രാമത്തിലെത്തിയപ്പോൾ ഒരാൾ മരിച്ചു കിടക്കുക. ഗ്രാമവാസികൾ ചേർന്ന് ഞങ്ങളെ വിളിച്ചിരുത്തി. പറഞ്ഞ ആളിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, വിളിച്ചുകൊണ്ട് പോയ ആളിൻ്റെ പേര് ഓർക്കുന്നുണ്ട്. ആ ബൈബിൾ സ്കൂളിലാണെന്ന് നന്നായി ഓർക്കുന്നുണ്ട്. ഗ്രാമവാസികൾ ഞങ്ങളെ പിടിച്ചു നിർത്തിയേച്ച് പറഞ്ഞു, ഈ മരിച്ചു കിടക്കുന്നവനെ ഉയർപ്പിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഗ്രാമത്തിൽ നിന്ന് ജീവനോടെ പോകാം, ഇല്ലെങ്കിൽ നിങ്ങളെ കൊന്നുകളയും. കാര്യം സുവിശേഷത്തിൽ മരിച്ചവരെ ഉയർപ്പിക്കാൻ പ്രൊവിഷനുണ്ട്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ആത്മാർത്ഥതയിൽ ഞങ്ങൾ 2-3 പേര് ചേർന്നിരുന്നങ്ങ് പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു ദിവസം 4 മണി മുതൽ പ്രാർത്ഥന തുടങ്ങി വൈകിട്ട് 7 മണി വരെ പ്രാർത്ഥിച്ചു. 7 ആയപ്പോൾ കർത്താവ് പറഞ്ഞു, രാത്രി 11 മണിയാകുമ്പോൾ അവൻ എഴുന്നേക്കുന്ന ഉടനെ ചൂടുള്ള ഡാലും ചപ്പാത്തിയും കൂടെ തിന്നാൻ കൊടുക്കണം. ഞങ്ങളങ്ങ് അതുപോലെ വിശ്വസിച്ചു, വീട്ടുകാരും വിശ്വസിച്ചു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോഴേ വീട്ടിലെ അമ്മച്ചി ഡാല് വെള്ളത്തിലിട്ടു. രാത്രി 11 മണിക്ക് വേവിച്ചു കൊടുക്കുവാൻ. രാത്രി 11 മണിയായപ്പോൾ ശവശരീരം ഒന്ന് തുമ്മി അവിടുന്ന് കണ്ണു തുറന്നു. എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞു. മരിച്ചവരെ ഉയർപ്പിച്ചവനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇത് നിർബന്ധത്താല ഉയർപ്പിച്ച് ഇവിടുന്ന് വിടത്തുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് നിർബന്ധത്താൽ ഒരുവനെ ഉയർപ്പിച്ച് ചരിത്രം കേട്ടിട്ടുണ്ടെങ്കിലും അത് വേദപുസ്തകത്തിൻ്റെ തത്വമല്ല. വേദപുസ്തകത്തിൻ്റെ തത്വത്തിൽ ഈ കല്ലപ്പമാകാൻ പറഞ്ഞുടനെ കർത്താവ് പറഞ്ഞു, ഞാൻ പറഞ്ഞാൽ അപ്പമാകും, പക്ഷേ നീ പറഞ്ഞതുകൊണ്ട് ഞാൻ ചെയ്യത്തില്ല. കെട്ടിടത്തിൻ്റെ മേളിൽ നിന്ന് താവോട്ട് ചാടാൻ പറഞ്ഞു. ചാടിയാൽ ദൂതന്മാർ താങ്ങുമെന്ന് എനിക്കറിയാം, പക്ഷെ പിശാചൻ നീ പറഞ്ഞാൽ ഞാൻ അനുസരിക്കത്തില്ല, നിന്റെ അനുസരണം കാണിക്കുന്നവനല്ല ഞാൻ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. ഇങ്ങനെ വൃതന്മാരെയും തെറ്റിക്കുവാൻ വന്ന കൂട്ടത്തിൽ യേശുവിൻ്റെ അടുക്കലെത്തി. യേശു പല പ്രാവശ്യം ഒരു വാക്യം അങ്ങോട്ട് പറഞ്ഞു, പിശാച് ഒരു വാക്യം ഇങ്ങോട്ട് പറഞ്ഞു. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് വാക്യം ചൊല്ലുമായിരുന്നു കുറേ നേരം. ഓർക്കുന്നുണ്ടല്ലോ? വാക്യം ചൊല്ലാൻ ആർക്ക് വെക്കും? അതിന് ഒരു ദൈവകൃപയും വേണ്ട. വാക്യം ചൊല്ലാൻ ആർക്ക് വെക്കും? പിശാച് ഇങ്ങോട്ടൊരു വാക്യം പറഞ്ഞു, യേശു അങ്ങോട്ടൊരു വാക്യം പറഞ്ഞു. അവസാനമായപ്പോൾ യേശു പറഞ്ഞു, എന്നെ വിട്ട് പോ പിശാചേ. അതൊരു കൽപ്പനയായിരുന്നു. ഗെറ്റ് ബിഹൈൻഡ് മീ സൈറ്റൻ. ESV ട്രാൻസ്ലേഷനിൽ ബി ഗോൺ സൈറ്റൻ. കിങ് ജെയിംസ് വെർഷനിലും ഏറെക്കുറെ അങ്ങനെയാണ്. അതിൻ്റെ കറക്റ്റ് ട്രാൻസ്ലേഷൻ ഇങ്ങനെ പറയാം എന്ന് ദൈവദാസന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഗെറ്റ് ബിഹൈൻഡ് മീ സൈറ്റൻ. നീ ഇപ്പം എൻ്റെ ഒറ്റയ്ക്ക് നിന്നല്ലടാ തർക്കിക്കുന്നത്. ഗെറ്റ് ബിഹൈൻഡ്, പുറകോട്ട് പോടാ. എൻ്റെ ഭാഷയിൽ ഗെറ്റ് ഔട്ട് സൈറ്റൻ.
ഗെറ്റ് ഔട്ട്. ഇത് പറഞ്ഞപ്പോൾ പിശാച് യേശുവിനെ വിട്ടുമാറി. പലപ്പോഴും യേശുവിൻ്റെ അധികാരത്താലും ശക്തിയാലും പിശാചിനെ ശാസിച്ചു മാറ്റുകയായിരുന്നു. അവൻ സ്വയം മാറാറില്ല എന്ന് മറക്കരുത്. മത്തായിയുടെ സുവിശേഷം 4:10 നമ്മൾ വായിച്ചത്. പിശാചിനെ ശാസിച്ചു മാറ്റി. എന്നിട്ട് കർത്താവ് പറഞ്ഞു, നിനക്കുള്ളത് മുറുകെ പിടിച്ചോണം. കഴിഞ്ഞ ആഴ്ച ഇവിടം വരെ തൊട്ടാണ് നിർത്തിയത്. നിനക്കുള്ളത് മുറുകെ പിടിച്ചോണം. നമ്മൾ ഈ സമയം എടുക്കാൻ കാര്യം, ഇടയ്ക്കൊരു ചാപ്റ്റർ കഴിഞ്ഞ ആഴ്ച തൊടാഞ്ഞത് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് കൊണ്ടാണ്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങളിൽ ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരിക്കാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ ഒരു തൂണാക്കും, അവൻ ഒരിക്കലും അവിടെ നിന്ന് പോകയില്ല. ഈ ഒരു വേദഭാഗത്ത് ആ സഭയോട് ലേഖനകർത്താവ് പറഞ്ഞു തുടങ്ങുമ്പോൾ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, നിനക്ക് ബലം തീരെയില്ല, എന്നാൽ നിനക്കൊരു ഗുണമുണ്ട്, നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കൾ ഓർത്തിരിക്കണം, നിങ്ങളുടെ ബലക്കൂടുതൽ കൊണ്ടല്ല, ഉള്ള ബലം കൊണ്ട് എൻ്റെ നാമം മുറുകെ പിടിച്ചു, എൻ്റെ വചനം കാത്തു. ആകയാൽ ഞാൻ നിൻ്റെ മുമ്പിലോട്ടൊരു വാതിൽ തുറന്നു വെക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ബേഥേലിൻ്റെ മുമ്പിൽ ഇനിയും തുറക്കപ്പെട്ട വാതിലുകൾ തുറന്നു വരട്ടെ. ഇതിലെ മെമ്പേഴ്സിൻ്റെ മുമ്പിൽ, ഏരിയകളുടെ മുമ്പിൽ തുറക്കപ്പെട്ട വാതിലുകൾ ഉയർന്നു വരട്ടെ. നിനക്കല്പമേ ശക്തിയുള്ളൂ, ബലം തീരെയില്ല, പക്ഷേ നിനക്കുള്ളത് കൊണ്ട് എൻ്റെ നാമം മുറുകെ പിടിച്ചു. നാട്ടുകാർ മുഴുവനും പഴി പറയുമ്പോൾ, കഴിഞ്ഞ ദിവസം കേരളത്തിൽ ചെല്ലുമ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ച്, ഏതോ ഒരു സ്ഥലത്ത് വെച്ച് എന്നെ പരിചയപ്പെടുത്തുമ്പോൾ പറഞ്ഞൊരു പദം ഓർമ്മയുണ്ട്. സുവിശേഷത്തിന് വേണ്ടി ഈ തലമുറയിൽ ഏറ്റവും പാടുപെട്ടവനും ക്രൂശിക്കപ്പെട്ടവനുമായ ഒരു മനുഷ്യനുണ്ടെങ്കിൽ എം എ വർഗീസ. കണ്ടവനെല്ലാം കിളച്ചതാ, പക്ഷേ ആ വചനം കാക്കുവാൻ, വചനത്തിനു വേണ്ടി പിടിച്ചു നിൽക്കുവാൻ, അനേകർ പിന്മാറിയിടത്ത് പിന്മാറാതെ മുന്നോട്ട് പോകുവാൻ സ്വർഗം തന്ന കൃപയ്ക്കായി സ്തോത്രം. ആകയാൽ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുക, ആർക്കും അടച്ചുകൂടാ. പക്ഷേ നിനക്കുള്ളത് മുറുകെ പിടിച്ചു. നിനക്കല്പമേ ശക്തിയുള്ളൂ, ഒന്ന് നീ മുറുകെ പിടിച്ചതിൻ്റെ നാമമാ. നിനക്കൊരു കിരീടമുണ്ട്, അതും കൂടെ പിടിച്ചു. ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളെ, കിരീടത്തിന് അവകാശികളെ, സ്വർഗീയ അംശികളെ, ദൈവത്തിൻ്റെ കൂട്ടവകാശികളെ, നിങ്ങൾക്കുള്ളത് മുറുകെ പിടിക്ക്. ഞാൻ വരുവോളം നിനക്കുള്ളത് മുറുകെ പിടിക്ക്. ഞാൻ നിന്നെ എൻ്റെ ആലയത്തിലെ ഒരു തൂണാക്കും. കഴിഞ്ഞ ആഴ്ച ഞാൻ തൊട്ടു, ഏറ്റവും ബലഹീനനായവനെ വിളിച്ചു പറയുകയാണ്, ഞാനൊരു തൂണിനെ കണ്ടിട്ടുണ്ടെങ്കിൽ നിന്നെയാണ്. എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നതിനാൽ, എൻ്റെ വചനം കാക്കുന്നതിനാൽ നിനക്കൊരു തൂണിൻ്റെ ബലമുണ്ട്. ഞാൻ നിന്നെ ഒരു തൂണാക്കിയിരിക്കും. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേൽക്കുമെന്ന ആശയം വേറൊരു അർത്ഥത്തിലെടുക്കേണ്ടതിന് ഞാൻ ഇംഗ്ലീഷിൽ പേജ് ഉണ്ടാക്കിയിട്ടില്ല. വചനം ജഡമായി അവതരിച്ച ക്രിസ്തുവിനെ വചനശാസ്ത്രികൾക്ക് പിടികിട്ടിയില്ല എന്ന് മറക്കരുത്. കാര്യം വചനമെന്ന് പറയുന്നത് വാചകമടിയല്ല, വചനമെന്ന് പറയുന്നത് ഇതിൻ്റെ വാക്കല്ല. ഈ എഴുതപ്പെട്ട പുസ്തകത്തിന് പുണ്യതയില്ല, പകരം ഇതിനകത്ത് എഴുതിയിരിക്കുന്ന വാക്കിലെ ആത്മീയത്തിനാണ് പുണ്യത. ഈ വേദപുസ്തകം കണ്ടാൽ ഒരു പിശാചും പേടിക്കത്തില്ല. ഇത് തലവണക്കീഴെ വെച്ച് കിടന്ന് ഉറങ്ങുന്നവരുണ്ട് പിശാച് എടുക്കാതിരിക്കാൻ, അവനെ പിശാച് എടുത്തിട്ട് കിളയ്ക്കുക. പക്ഷെ ഇതിനകത്തുനിന്ന് വരുന്ന വചനത്തിൻ്റെ ഗൗരവം ഒരു വ്യക്തിയുടെ നാവിലൂടെ പുറത്തു വന്നാൽ, ദ റേമ വേർഡ്, വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ വചനത്തിന് ഭയങ്കര ശക്തിയാണ്. വചനം ജഡമായി അവതരിച്ച യേശു വന്ന് പഴയ നിയമത്തിലെ വചനശാസ്ത്രിമാരുടെ മുമ്പിൽ, പുതിയ നിയമത്തിലെ വചനശാസ്ത്രിയുടെ മുമ്പിലും വന്ന് നിന്നാൽ ഇത് ഞാൻ ഒരു പിടിയും കിട്ടുകയില്ല, ഈ നിൽക്കുന്നത് എന്നാണെന്ന്. പഞ്ചസാരയെക്കുറിച്ച് പഠിച്ച് PhD എടുത്ത പുള്ളിക്ക് പഞ്ചസാരയുടെ രുചി അറിയത്തില്ലെന്ന്, നിറം അറിയത്തില്ലെന്നും പറഞ്ഞാൽ അയ്യോ കഷ്ടമെന്നല്ലാതെ എന്നാ പറയാനാ. ന്യായശാസ്ത്രികളെ കണ്ടാൽ അതിൻ്റെ തെളിവായി. ദൈവത്തിൻ്റെ പ്രതിപുരുഷനായ മഹാപുരോഹിതന്, പഴയ നിയമത്തിലെ മഹാപുരോഹിതൻ ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ്. ദൈവത്തിൻ്റെ പ്രതിപുരുഷനായ മഹാപുരോഹിതന് യേശുവിനെ കണ്ടിട്ട് മനസ്സിലായില്ല. വെളിപ്പാടില്ലാത്ത മഹാപുരോഹിതന്മാർ, വെളിപ്പാടില്ലാത്ത വചനശാസ്ത്രികൾ, ഇവരെ കൊണ്ട് നമ്മൾ ചുറ്റി ഒരു വല്ലാത്ത കാലത്തെത്തി. വെളിപ്പാടില്ലാത്ത പുരോഹിതന്മാരും അന്നാവും കയ്യഫാവിൻ്റെ 2 ഒരുമിച്ച് മഹാപുരോഹിതന്മാരായി മാറിയ കാലം വരെ മറക്കണ്ട.
ഇതെല്ലാം പഴയ നിയമത്തിൻ്റെ ഓർഡറിനെ പോലും എടുത്ത് അട്ടിമറിക്കുന്നതാണ്. പഴയ നിയമത്തിൽ ഒരു സമയത്ത് ഒരു മഹാപുരോഹിതനെ പാടുള്ളൂ, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എല്ലാം ഒരു സമയത്ത് ഒരു മഹാപുരോഹിതനെ പാടുള്ളൂ. ആ മഹാപുരോഹിതൻ്റെ സ്ഥാനത്ത് തേണ്ട രണ്ടുപേർ, അമ്മയ്യപ്പനും മരുമോനും രണ്ടും കൂടെ കയറി മഹാപുരോഹിതന്മാരായിരിക്കുന്ന എടുത്ത് അട്ടിമറിക്കുന്നതാണ്. പഴയ നിയമത്തിൽ ഒരു സമയത്ത് ഒരു മഹാപുരോഹിതനെ പാടുള്ളൂ, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എല്ലാം ഒരു സമയത്ത് ഒരു മഹാപുരോഹിതനെ പാടുള്ളൂ. ആ മഹാപുരോഹിതൻ്റെ സ്ഥാനത്ത് തേണ്ട രണ്ടുപേർ, അമ്മയ്യപ്പനും മരുമോനും രണ്ടും കൂടെ കയറി മഹാപുരോഹിതന്മാരായിരിക്കുന്ന കാലം. വചനം കൊണ്ട് ഉപജീവനം കഴിച്ചവർ ജീവനുള്ള വചനത്തെ ഒട്ടും തിരിച്ചറിഞ്ഞില്ല. ഇതൊക്കെ അറിയാതെ ഇരിക്കുന്നവരല്ല സാറേ നമ്മളെല്ലാം ഇത് അറിയുന്നവരാണ്. പരിശുദ്ധാത്മാവിനോട് മറുതലിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളാകരുത്. പരിശുദ്ധാത്മാവിനോട് മറുതലിച്ച് നിൽക്കുന്ന ഒരു വിഭാഗമുണ്ട്. ആരാണവർ? അപ്പോസ്തലപ്രവൃത്തി 7:51 മുതൽ 53 വരെ. ശാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന ഇല്ലാത്തവരായുള്ളവരെ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുതലിക്കുന്നു. ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദനയില്ലാത്തവർ. ഹൃദയത്തിന് പരിച്ഛേദന ഇല്ല എന്നുള്ള പുതിയ നിയമപ്രമാണം പുതുദോഷം സങ്കല്പിക്കുകയും ഇല്ലാത്ത കാര്യങ്ങൾ മെനഞ്ഞുണ്ടാക്കുകയും ഇല്ലാത്ത ആലോചനകൾ ധരിച്ചുണ്ടാക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ, ചെവിക്ക് പരിച്ഛേദന ഇല്ലാത്തവർ ഇവന്മാർ പറയുന്നത് കേൾക്കാൻ പോകുന്നവരാ. ഇത് കേൾക്കാൻ പോകുന്നവർ മുഴുവനും ചെവിക്ക് പരിച്ഛേദന ഇല്ലാത്തവരാണ്. അവർ പരിശുദ്ധാത്മാവിനോട് മറുതലിക്കുന്നവരാണെന്ന് മറക്കരുത്. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേൽക്കുമെന്നതിൻ്റെ അടുത്തൊരാശയത്തിലേക്ക് കയറാൻ പോകുകയാ. തെസ്സലോനിക്കരുടെ 2-ാം ലേഖനം 2-ാം അധ്യായം 3 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിച്ചേ മതിയാകൂ. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 3 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ദയവായി വായിച്ചാലും. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 3 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. അവൻ നമുക്കൊന്ന് നിർത്തി പോകാം. ആദ്യമേ ആരും നിങ്ങളെ ഏത് വിധേനയും കളിപ്പിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കണം. ഒന്ന്, വിശ്വാസത്തിൻ്റെ അളവ് കുറയണം. വിശ്വാസത്താൽ ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്യാൻ കഴിയാതെയാകും. ഒന്ന്, വിശ്വാസത്തിൻ്റെ അളവ് കുറഞ്ഞു. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കണം. ദൈവത്തിൻ്റെ തിരുവചനം ഉയർത്തിപ്പിടിച്ച പല വിശ്വാസ സത്യങ്ങളും നശിച്ചു എന്ന് ചിന്തിക്കുന്ന ഒരു കാലം, വിശ്വാസം ത്യജിക്കപ്പെടുന്ന ഒരു കാലം. ഞാൻ ഇന്ന് രാവിലെ എനിക്ക് തോന്നുന്നത് ഞാൻ അല്പം ലേറ്റായിട്ട് ഒരു കാര്യത്തെക്കുറിച്ച് പെട്ടെന്ന് ഇങ്ങനെ ഓർത്തു. 1 തീമോത്തിയോസിൻ്റെ ലേഖനം വായിക്കണ്ട. 1 തീമോത്തിയോസിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള വാക്യങ്ങളിൽ ശരീര അഭ്യാസം അല്പം പ്രയോജനമുള്ളതാണ്, എന്നാൽ ആത്മീയ അഭ്യാസം, വിശുദ്ധിയുടെ പ്രമാണം അത് അഭ്യസിക്കുന്നത് വളരെ വായിച്ചേ തീരുള്ളൂ. വായിച്ചാട്ടെ. 1 തീമോത്തിയോസ് 4-ാം അധ്യായം. ഇത് മറിക്കരുത്, ഇവിടെ നമ്മൾ മടങ്ങി വരും. 1 തീമോത്തിയോസിൻ്റെ ലേഖനം 4-ാമത്തെ അധ്യായത്തിൻ്റെ 6 മുതലുള്ള വാക്യങ്ങളാണെന്ന് തോന്നുന്നു. വായിച്ചാട്ടെ. ഇത് സഹോദരന്മാരെ ഗ്രഹിപ്പിച്ചാൽ നീ അനുസരിച്ച വിശ്വാസത്തിന്റെയും സതുപദേശത്തിന്റെയും വചനത്താൽ പോഷണം ലഭിച്ചു ക്രിസ്തുവേശുവിന് നല്ല ശുശ്രൂഷൻ ആകും. ഭക്തിവിരുദ്ധമായ കിഴവിക്കഥകളെ ഒഴിച്ച് ദൈവഭക്തിക്ക് തക്കവണ്ണം അഭ്യാസം ചെയ്യുക. നിൽക്കട്ടെ. ഭക്തിവിരുദ്ധമായ കിഴവിക്കഥകളെ ഒഴിച്ച്, ഭക്തിവിരുദ്ധമായ കിഴവിക്കഥകളെ ഒഴിച്ച്, ഭക്തിക്കൊത്തവണ്ണം വായിച്ചു വാക്യം കംപ്ലീറ്റ് ചെയ്താട്ട്. ഭക്തിവിരുദ്ധമായ കിഴവിക്കഥകളെ ഒഴിച്ച് ദൈവഭക്തിക്ക് തക്കവണ്ണം അഭ്യാസം ചെയ്യുക. ദൈവഭക്തിക്ക് തക്കവണ്ണം അഭ്യാസം ചെയ്യുക. അടുത്ത വാക്യമാണ്, വായിച്ചു. ശരീരാഭ്യാസം അല്പപ്രയോജനമുള്ളതത്രേ, ദൈവഭക്തിയോ ഇപ്പോഴത്തെ ജീവന്റെയും വരുവാനിരിക്കുന്നതിൻ്റെയും വാഗ്ദത്തമുള്ളതാകിയാൽ സകലത്തിനും പ്രയോജനകരമാകുന്നു. നിൽക്കട്ടെ. ശരീരാഭ്യാസം അല്പം പ്രയോജനമുള്ളതാണ്. ദൈവവചനത്തിൻ്റെ അഭ്യാസം, ഭക്തിക്കൊത്ത ഉപദേശത്തിൽ ജീവിക്കുന്ന അഭ്യാസം. ഒരുത്തന് ഒരഭ്യാസം കാണിക്കണമെങ്കിൽ ഒരു ദിവസം വായിച്ചത് കൊണ്ടാകത്തില്ല, അത് പരിചയിച്ചേ മതിയാകൂ. എനിക്കറിയാം, വളഞ്ഞു ചാടുന്നവരുണ്ട്, മലർന്നു ചാടുന്നവരുണ്ട്, നന്നായി നീന്തുന്നവരുണ്ട്, മലർന്നു കിടന്ന് നീന്തുന്നവരുണ്ട്, ഫുട്ബോൾ ഫീൽഡിൽ നന്നായി കളിക്കുന്നവരുണ്ട്. ഇവരാരും വായിച്ചു പഠിച്ചത് കൊണ്ടല്ല ചെയ്തത്, ഇവരെല്ലാം ചെയ്തു പഠിച്ചത് കൊണ്ടാണ്. ശരീര അഭ്യാസം അല്പം പ്രയോജനമുള്ളതാണ്. ഇതെല്ലാം ശരീരം കൊണ്ട് അഭ്യസിച്ചതാണ്.
എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ എഴുതി തന്നു, നന്നായി എക്സസൈസ് ചെയ്യണം. എനിക്ക് ഒക്കുന്നില്ല, കാര്യം മെനക്കേടാണ്, എൻ്റെ മടി കാരണമായിരിക്കാം എനിക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ അതൊന്ന് പ്രാക്ടീസ് ചെയ്തേ പറ്റൂ. കഴിഞ്ഞ ഒരു പ്രാവശ്യം എന്നോട് എക്സസൈസ് ചെയ്യണം, ഒരു ദിവസം 2 കിലോമീറ്റർ നടക്കണമെന്ന് പറഞ്ഞു. അന്ന് ഞാൻ 2 കിലോമീറ്റർ നടന്നേച്ച് ആകെ വിറച്ചാണ് വീട്ടിൽ വന്നത്. വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു, അത് ഈ ഒറ്റ ദിവസമായിട്ട് അങ്ങനെ 2 കിലോമീറ്റർ നടക്കാൻ പാടില്ലായിരുന്നു, ആദ്യം 1/4 കിലോമീറ്റർ പിന്നെ 1/2 കിലോമീറ്റർ അങ്ങനെ നടക്കാവുള്ളായിരുന്നു. മോനെ, 2 ആയാലും ഇത് വായിച്ചു പഠിച്ചത് കൊണ്ട് ഒക്കത്തില്ല, നടന്നു പഠിച്ചേ പറ്റൂ. ഭക്തിമാർഗവും ജീവിച്ചു പഠിച്ചേ പറ്റത്തുള്ളൂ. ശരീരാഭ്യാസം കൊണ്ട് അല്പം പ്രയോജനമുണ്ട്, എന്നാൽ ഭക്തിക്കനുസരിച്ച് ജീവിച്ചു പഠിക്കുന്നത്. ഞാനിവിടെ ഒരു സംഭവം എടുത്തു പറഞ്ഞോട്ടെ. ഒരു ദൈവദാസൻ എന്നോട് പറഞ്ഞതും പിന്നത്തേതിൽ അദ്ദേഹം അത് ഡിനേ ചെയ്തതുമായ ഒരു സത്യമാണ്. സംഗതി സത്യമാണ്. എന്നോട് അദ്ദേഹം പറഞ്ഞതാണ്, ഒറ്റയ്ക്കല്ല പറഞ്ഞത്, ഒരു പൊതുസ്ഥലത്ത് വെച്ചാണ് പറഞ്ഞത്. എന്നാൽ പിന്നെ ഇനി അതാരോടും പറയണ്ട, അങ്ങനെ അല്ല എന്ന് അദ്ദേഹം പിന്നത്തേതിൽ പറയുകയുണ്ടായി. ഞാൻ അതുകൊണ്ട് ആളിൻ്റെ പേരും നാളും ഒന്നും തൊടാതെ ആശയത്തിലൂടെ മാത്രം ഒന്ന് പോട്ടെ. നന്നായി പ്രസംഗിച്ചിരുന്ന ഒരു മനുഷ്യൻ ഒരിക്കൽ ഒരു പ്രത്യേക ദൈവാത്മ പ്രേരണ പ്രകാരം ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയി. അദ്ദേഹത്തിൻ്റെ പ്രസംഗിക്കാൻ പോകുമ്പോഴത്തെ വേഷം ഇന്നേക്ക് ഏറെക്കുറെ 80 വർഷത്തിന് മുമ്പാണെന്ന്, 80 വർഷം, ഇന്നേക്ക് ഏറെക്കുറെ 80 വർഷത്തിന് മുമ്പിലത്തെ ചരിത്രമാണെന്ന് മറക്കരുത്. അന്നത്തെ ശൈലിയിൽ അത് മനസ്സിലാക്കണം. അദ്ദേഹം പറഞ്ഞു, ഗോൾഡൻ കളറിലുള്ള ഒരു മുണ്ടും, ഒരു ഡബിൾ മുണ്ടും, ഗോൾഡൻ കളറിലുള്ള ഒരു ജിബായും, അതിൽ മുഴുവനും ഗോൾഡൻ നിറത്തിലുള്ള ബട്ടണുകളും, അതിലെല്ലാം കൂടെ ചേർത്ത് വെക്കുന്ന ഒരു ചെയിനും. പ്രായമുള്ളവർക്ക് അറിയാം, നമ്മളെക്കാൾ പ്രായമുള്ളവർ പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഒന്നാം. ആശാരിയുടെ വീതുളി പോലെ വലിപ്പമുള്ള ഒരു കൃതാവും, പിന്നെ എന്നതാ, ആശാരിയുടെ മരക്കട്ട പോലെ കട്ടിയുള്ള ഒരു മേമീശയും. ഇന്ന് സൺഡേ സ്കൂൾ അധ്യാപകർ വന്നിരുന്നപ്പോൾ ഞാൻ ഓർത്തു, മാർഗിക മരക്കട്ട പോലെ ഒരിതും ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ടിടത്ത് പ്രസംഗിക്കാൻ പോയി. പ്രസംഗം ഉഗ്രനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, പതിവിലധികമായി അന്നത്തെ പ്രസംഗം പ്രയോജനപ്പെട്ടു എന്ന് എനിക്കും മനസ്സിലായി, ആ പള്ളിയിലുണ്ടായിരുന്ന മുഴുവൻ പേർക്കും മനസ്സിലായി. അതുകൊണ്ട് പള്ളിക്കാർ അദ്ദേഹത്തെ പ്രത്യേകം മാനിച്ചു. എന്നിട്ട് പറഞ്ഞു, വൈകിട്ട് യാത്ര അയക്കേണ്ടതിന്, ഞാൻ പറഞ്ഞല്ലോ പേര് പറയരുതെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല, വൈകിട്ട് യാത്ര അയക്കേണ്ടതിന് പള്ളിയിൽ അച്ഛൻ ഉൾപ്പെടെ പലരും ചേർന്ന് പള്ളിയുടെ ഗേറ്റ് വരെ നടന്നു. കോമ്പൗണ്ടിനകത്തായിരുന്നു പാഴ്സനേജ്. അവിടുന്ന് 4 മണിക്കത്തെ ചായ കൂടി കഴിഞ്ഞ്, ഉച്ചയ്ക്കത്തെ വിശ്രമം കഴിഞ്ഞ് 4 മണിക്കത്തെ ചായ കൂടി കഴിഞ്ഞ് പള്ളിയുടെ ഗേറ്റിൽ ചെന്നപ്പോൾ ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ, ഭയങ്കര പ്രായമുള്ള ഒരു മനുഷ്യൻ, കണ്ടാൽ അങ്ങേയറ്റം പ്രായം തോന്നുന്നു, മുഴുവനും നരച്ച്, താടിയും മീശയും എല്ലാം നരച്ച ഒരു മനുഷ്യൻ തേണ്ട ഗേറ്റിൽ നിൽക്കുന്നു. അദ്ദേഹത്തെ കണ്ടെന്ന് വെച്ചാടാ കുഞ്ഞേ, നീ ആയിരുന്നു ഇന്നത്തെ പ്രസംഗമല്ലേ? അതെ. അപ്പം അച്ഛൻ അദ്ദേഹത്തോട് ചോദിച്ചു, അപ്പച്ചൻ പള്ളി വന്നിട്ടുണ്ടായിരുന്നു? അച്ഛനോട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഞാൻ വല്ലപ്പോഴുമൊക്കെ പള്ളി വരുമടാ, നീ എന്നെ കാണുന്നില്ലെന്ന് മാത്രം. അച്ഛനെയൊക്കെ കയറി ഇടാന്ന് വിളിക്കണേ കട്ടിയ. നീ എന്നെ കാണുന്നില്ലെന്ന് മാത്രം, ഞാൻ വല്ലപ്പോഴുമൊക്കെ വരാറുണ്ടടാ. വീണ്ടും ഈ പ്രസംഗകൻ്റെ നേരെ തിരിഞ്ഞു പറഞ്ഞു, എടാ കുഞ്ഞേ, നിന്റെ പ്രസംഗം കേട്ടിട്ട് ഭയങ്കര ആത്മീയമായിരുന്നല്ലോടാ, നിന്നെ കണ്ടിട്ടൊരാത്മീയനാന്ന് തോന്നുന്നില്ലല്ലോടാ. മനസ്സിലാകുന്നുണ്ടോ? ദൈവഭക്തിക്ക് യോഗ്യമാവണ്ണം തങ്ങളെ തന്നെ അഭ്യസിപ്പിക്കുക എന്ന് പറഞ്ഞത്. നിന്റെ പ്രസംഗം കേട്ടിട്ട് ഭയങ്കര ആത്മീയനായിരുന്നല്ലോടാ, പക്ഷെ നിന്നെ കണ്ടിട്ടൊരാത്മീയൻ്റെ ലക്ഷണമില്ലല്ലോടാ. ഞാനിവിടെ വല്ലപ്പോഴും പറയാറുണ്ട്, സിനിമാ നടനെ മാതൃകയാക്കരുത്, ലോകക്കാരനെ മാതൃകയാക്കരുത്, മാതൃകയാക്കാൻ കൊള്ളാവുന്ന ആത്മീയർ സഭയിൽ നിന്ന് എഴുന്നേൽക്കട്ടെ. ആത്മീയനെ മാതൃകയാക്കാം. ദൈവഭക്തിക്ക് യോഗ്യമാവണ്ണം അഭ്യാസം ചെയ്യുക. അത് ഈ ലോകത്തിലും വരുവാനുള്ളതിലും പ്രയോജനപ്പെടുന്നതാണ്. ഇനി നമുക്ക് തീമോഥെയോസിന്റെ ലേഖനത്തിൽ മടങ്ങി വരാം. തെസ്സലോനിക്ക ലേഖനത്തിൽ മടങ്ങി വരാം. 2-ാം അധ്യായം 3 മുതൽ 12 വരെ വീണ്ടും വായിച്ചാട്ടെ. ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കണം. എന്തെല്ലാം വേണമെന്ന് ദൈവത്തിന്റെ തിരുവചനം പറഞ്ഞു. നമ്മുടെ പിതാക്കന്മാരെ ദൈവം കാണിച്ചു. അതിൽ ഓരോന്നിൽ താഴോട്ട് പോകുകയാ. 1 വിശ്വാസത്യാഗം. 2 വായിച്ചു. നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. നാശത്തിന്റെയും അധർമ്മത്തിന്റെയും ലക്ഷണങ്ങളാണ് വിശ്വാസത്യാഗത്തിലൂടെ പുറത്തു വരുന്നതെങ്കിൽ ഒടുവിൽ അധർമ്മത്തിന്റെ മൂർത്തിയായവൻ വെളിപ്പെട്ടു വരും. അധർമ്മത്തിന്റെ ലക്ഷണങ്ങളാണ് വ്യാപരിക്കുന്നതെങ്കിൽ തുറന്നു പറയുന്നുണ്ട്, അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. എന്നാൽ ഇതിന്റെ മൂർത്തിയായവൻ വെളിപ്പെട്ടു വരുവാൻ അനേക സഭകളിൽ ഇത് കാണണം, അനേക ഇടങ്ങളിൽ ഇത് കാണണം.
ഒടുവിൽ അധർമ്മത്തിന്റെ മൂർത്തി വെളിപ്പെട്ടു വരികയും, വായിച്ചു, അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് അവൻ നേരെ ദേവാലയത്തിലോട്ട് കയറും, ദേവാലയത്തിലിരിക്കും, ഇവനും ആരാധിക്കാൻ വരും, ഇവൻ ലീഡർഷിപ്പിൽ കയറും. വെളിപ്പാട് പുസ്തകത്തിൽ ലേഖനങ്ങൾ എഴുതി വരുമ്പോൾ പറയുന്ന ഒന്നുണ്ട്. ആദ്യമേ ബിലയാമിന് ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിന്റെ ഉപദേശം പിടിക്കുന്നവർ വരും. ബിലയാമിന്റെ ഉപദേശം വേർപാട് ലംഘനമാണ്. രണ്ടാമത്തെ പടി പറയുകയാണ്, ഈസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കും. താൻ പ്രവാചകി എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ദാസന്മാരെ നിയന്ത്രിക്കുവാൻ ശ്രമിക്കുന്ന അധികാര സ്ഥാനങ്ങളിൽ കയറിപ്പറ്റിയ അധർമ്മത്തിൻ്റെ ലക്ഷണങ്ങളുള്ള വ്യാപാരങ്ങളെ നീ അനുവദിക്കുന്നു എന്ന് ഒരു കുറ്റം. രണ്ടാശയം പറഞ്ഞാൽ മനസ്സിലായി കാണും. ഒന്ന്, താൻ പ്രവാചകൻ എന്ന് പറഞ്ഞുകൊണ്ട് ദുർനടപ്പാചരിപ്പാനും വേർപാട് ലംഘിക്കുവാനും എൻ്റെ ജനത്തെ അനുവദിക്കുന്ന പ്രവാചകൻ എഴുന്നേറ്റ് വരും. അധർമ്മത്തിൻ്റെ ലക്ഷണം, മർമ്മം. അതിനെ തുടർന്ന് അധികാരസ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇത് പിടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുന്നവർ വരും. ഇവിടെ വല്ലപ്പോഴും ഒക്കെ പ്രസംഗിക്കാൻ വരുന്ന ഒരു രാജു പാസ്റ്ററെ നിങ്ങൾക്കും എനിക്കും നല്ല ഓർമ്മയുണ്ട്. രാജു പാസ്റ്റർ 2 ദിവസം മുമ്പേ വിളിച്ചിരുന്നു. ഇപ്രാവശ്യത്തെ ഫാസ്റ്റിംഗ് പ്രയറിന് അദ്ദേഹം കാണത്തില്ലെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നു, അദ്ദേഹത്തെ വിളിച്ചിരുന്നു, ഞാൻ അറിഞ്ഞില്ല. അദ്ദേഹത്തിന് ഇപ്രാവശ്യം വരാൻ ഒക്കത്തില്ല, അന്ന് കഴിഞ്ഞ ദിവസം വിളിച്ചു പറഞ്ഞു. ഓക്കെ, അദ്ദേഹത്തിൻ്റെ സഭയിൽ ഒരിക്കൽ ഒരു അതിഥി പ്രസംഗകനെ പ്രസംഗിക്കാനായി വിളിച്ചു. അതിഥി പ്രസംഗകൻ പ്രസംഗിക്കുന്ന കൂട്ടത്തിൽ ആകപ്പാടെ ഇങ്ങനെ പറഞ്ഞു, വചനം ലംഘിച്ചില്ലെങ്കിൽ ചിലർക്ക് ഇരിക്കപ്രതിയില്ല, ദൈവവചനം അനുസരിച്ചാൽ പല പിശാചുക്കൾക്കും തീരെ ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് അതിഥി പ്രസംഗകൻ പ്രസംഗിക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു, സ്ത്രീകൾ തല മൂടിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നത് പണ്ട് കാലത്തെ തർജ്ജിമ പെശകാണ്, അത് അപ്പൂപ്പന്മാരുടെ കാലത്തുണ്ടായതാ, യേശുവൊക്കെ അപ്പൂപ്പന്മാരുടെ കൂട്ടത്തിൽ പെടുന്നതാണ്, പഴയ കാലങ്ങളെല്ലാം പോയി, ഇപ്പോൾ പാടില്ല, നിങ്ങളെല്ലാം തലയിൽ നിന്ന് തുണി മാറ്റണമെന്ന് പറഞ്ഞു. പക്ഷേ കുറച്ചുകൂടെ പരിജ്ഞാനമുള്ളവരാണ്, ബൈബിൾ വായിച്ചിട്ടുള്ളവരാണ് ഇരുന്നത്, അതുകൊണ്ട് ആരും മാറ്റിയില്ല. അയാൾ ഇറങ്ങിച്ചെന്നൊരു പെൺകുട്ടിയുടെ തലയിൽ നിന്ന് തുണി എടുത്തു മാറ്റി. അത് കഴിഞ്ഞപ്പം പാസ്റ്റർ പറയേണ്ടി വന്നു, പോയി ഒരു കോർണറിൽ ഇരിയടാ, നിന്നെ അബദ്ധത്തിന് വിളിച്ചു പോയതാണ്, നിന്നെ ഇവിടെ ഡിസിപ്ലിൻ പഠിപ്പിക്കാൻ വിളിച്ചിട്ടില്ല. ഒടുവിൽ ഇസബേൽ എന്ന സ്ത്രീ എഴുന്നേറ്റ് എനിക്ക് അധികാരമുള്ളത് കൊണ്ട് പറയുകയാണെന്ന് പറഞ്ഞ് പലതും ദൈവവചനത്തിന് വിരോധമായി മാറ്റുന്ന ഒരു സമയം വരും. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കും, തുടർന്ന് അധർമ്മത്തിന്റെ മൂർത്തി വെളിപ്പെടും. വായിച്ചോ, അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാവിഷയം എന്നോ പേരുള്ള സകലത്തിനു മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. ദൈവമെന്നോ ആരാധനാ വിഷയമെന്നോ പേരുള്ള സകലത്തിൻ്റെയും മീതെ തന്നെത്താൻ ഉയർത്തും. സകല ആരാധനകളിലും അവൻ്റേതായ താല്പര്യം കൊണ്ടുവരും, അവൻ്റേതായ ശൈലികൾ കൊണ്ടുവരും, അവൻ്റേതായ ആശയങ്ങൾ കൊണ്ടുവരും. മറക്കരുത്, താൻ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് തെന്നി വെളിയിൽ പോകുന്നവരുടെ കാര്യമാണ് കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേൽക്കുക എന്ന് പറയുന്നതിൻ്റെ അനേക നിവർത്തീകരണങ്ങളും ഭാഗങ്ങളുമാണ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. 1, വിശ്വാസത്തിൽ തെറ്റിക്കുക. 2, മാതൃകയിൽ തെറ്റിക്കുക. 3, ഉപദേശത്തിൽ തെറ്റിക്കുക. 4, മാതൃകാപരമായ ജീവിതത്തിൽ നിന്ന് തെറ്റിക്കുക. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ദൈവമെന്നോ പൂജാവിഷയമെന്നോ ആരാധനാ വിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുവാൻ ശ്രമിക്കുന്ന എതിരാളിയാണ്. വായിച്ചു, നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞു എന്ന് ഓർക്കുന്നില്ലയോ? മറക്കരുത്, നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ തന്നെ ഞാനിത് നിങ്ങളോട് പറയുകയാണ്. പൗലോസിന്റെ വാചകങ്ങളാണത്. വെളിപ്പാടില്ലാത്ത സഭകളെ ഞാൻ ഒന്നുകൂടെ എടുക്കുവാൻ താല്പര്യപ്പെടുന്നു. 1 തൊട്ടതാ ഞാൻ പറഞ്ഞില്ല, ആഴത്തിൽ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഓരോ ആഴ്ചയിലും. വെളിപ്പാടില്ലാത്ത സഭകളെ ഞാൻ ഒരു പ്രാവശ്യം തൊട്ടതാണ്. ഇന്ന് അനേക സഭകൾ എടുത്തു നോക്കാമെങ്കിൽ ദയവായി എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ, ബഥേലിൻ്റെ വെളിയിലുള്ളവർ വീണ്ടും ആവർത്തിച്ച് ശ്രദ്ധിക്കുവാൻ ഞാൻ അപേക്ഷിക്കുന്നു. ദയവായി കേൾക്കണം. അനേക സഭകളിലേക്ക് തിരിഞ്ഞാൽ ചെറുപ്പക്കാരായ മക്കൾ മാതാപിതാക്കളോടുകൂടെ ആരാധനയ്ക്ക് പോകാറില്ല. മാതാപിതാക്കളും കുഞ്ഞുങ്ങളും ഒരുമിച്ച് ആരാധിക്കുക എന്നത് ദൈവവചനത്തിൻ്റെ പ്രമാണമാണ്. ഇതിനകത്തിരിക്കുന്നവരും നുള്ളണ്ടവർ ചെവിയെ നുള്ളിക്കോ. വചനത്തിൻ്റെ പ്രമാണത്തിൽ നിന്ന് തള്ളപ്പെട്ടാൽ നാം എവിടെയാണെന്ന് മറക്കരുത്. പലയിടത്തും മാതാപിതാക്കൾക്ക് മാതാവെന്നോ പിതാവെന്നോ ഉള്ള സ്ഥാനമില്ല. പിതാവ് ഉദ്യോഗവും മാതാവ് ഉദ്യോഗവും ഭർത്താവ് ഉദ്യോഗവും ഭാര്യ ഉദ്യോഗവും നടത്തി അവർ ശമ്പളം പറ്റി വീടുകളിൽ കഴിയുന്നതിൽ കവിഞ്ഞ് അവർക്ക് ഉപയോഗിക്കേണ്ട അധികാരങ്ങളും അവകാശങ്ങളും ഉപയോഗിപ്പാൻ അർഹതയില്ലാത്തൊരു വല്ലാത്ത പരിതസ്ഥിതിയിലേക്ക് അധപ്പതിച്ച ഒരു കാലഘട്ടം. മാതാപിതാക്കൾ ആരാധിക്കാൻ പോകുന്ന കൂട്ടത്തിൽ യൗവനക്കാരും ചെറുപ്പക്കാരുമായ മക്കൾ വരാറില്ല.
കാരണം പലതിൻ്റെയും കാരണം ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്ന ഒത്തിരി സഭകളിൽ മാതാപിതാക്കളോടൊപ്പം ആരാധിക്കുകയില്ല. യുവാക്കൾ പൊള്ളയായ ഉപദേശത്തിലും മഞ്ഞളിച്ച പ്രസംഗത്തിലും തൃപ്തരല്ല. അനേക സഭകളിൽ മുമ്പേ ഒരിക്കൽ ഞാൻ പറഞ്ഞതുപോലെ വചന പാരായണമാണ് നടക്കുന്നത്. വേദപുസ്തക പാരായണം, ഇല്ലെങ്കിൽ പത്രത്തിലെ ചിന്താവിഷയങ്ങളുടെ വിശദീകരണം, കോമണായി കണ്ട ചില കാര്യങ്ങൾ. എന്നാൽ ആഴത്തിൽ ആവശ്യമുള്ളതും ഗൗരവമുള്ളതുമായത് കട്ടിയുള്ള ആഹാരം സഭയ്ക്ക് വിളമ്പുവാൻ പലയിടങ്ങളിലും മഞ്ഞളിച്ച പുൾപിറ്റുകളിലും കഴിയാതെ വരുന്നതിനാൽ ചെറുപ്പക്കാരില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് മാറി ചിലന്തി വല പിടിച്ച ഹാളിൽ വൃദ്ധന്മാരിരുന്ന് വായിക്കോട്ടാവിടുന്ന രംഗങ്ങളിലേക്ക് നാം എത്തി. ഇത് മലയാളി സഭകളുടെ അനുഭവമാണ്. കാരണം നേതൃസ്ഥാനത്ത് നിൽക്കുന്നവർ വേണ്ട ദൈവത്തിൻ്റെ വചനം ജനത്തിന് കൊടുക്കാതെ വരുന്നതിനാൽ ഇതൊക്കെ സംഭവിക്കുന്ന. കൃപയാൽ നമുക്ക് ആ സ്ഥിതി ഇല്ലാത്തത് കൊണ്ട് ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. ഞാനൊരു ചോദ്യം കൂടെ ചോദിച്ചു കഴിഞ്ഞ ആഴ്ചകളിൽ, ഇന്നുകൊണ്ട് നിർത്തുകയാണ്. പെന്തിക്കോസ്തിൻ്റെ ഭാവി എന്ത്? മാതാപിതാക്കളോടൊപ്പം മക്കൾ വരുന്നില്ലെങ്കിൽ പെന്തിക്കോസ്തിൻ്റെ ഭാവി എന്ത്? കേരളം തന്നെ ഒരു ഓൾഡ് ഏജ് ഹോമായി മാറുന്നുവെന്ന് പറഞ്ഞു. നമ്മുടെ സഭകൾ പണ്ടേ ഓൾഡ് ഏജ് ഹോം ആയില്ലേ? നമ്മുടെ സഭകൾ പണ്ട് തന്നെ ആയില്ലേ? ഞാൻ ബഥേലിൻ്റെ കാര്യം അല്ല പറഞ്ഞത്. കൃപയാൽ ദൈവം നമ്മ ഇതിനപ്പുറത്ത് നടത്തിയ ദൈവകൃപയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. വന്ന കാലം മുതൽ ഇന്നുവരെ പുൾപിറ്റിൽ നിൽക്കുന്ന സമയം ദൈവ തേജസ്സോടും ശക്തിയോടും കൂടെ നിൽക്കുവാൻ, ദൈവ പ്രമാണത്തോടുകൂടെ നിൽക്കുവാൻ കർത്താവ് തന്ന കരുണയ്ക്കായി ദൈവവചനം അതിൻ്റെ ഗൗരവത്തിലും ആത്മാവിൻ്റെ ശക്തിയോടും കൂടെ പ്രസംഗിക്കുവാൻ, അതിൻ്റെ മുമ്പിൽ മാതൃക കാണിക്കുവാൻ, സഭ മാതൃകാപരമായി ജീവിച്ചുകൊണ്ട് കഷ്ടം സഹിച്ചാലും അത് ഏറ്റെടുക്കുവാൻ തയ്യാറാകയാൽ സുവിശേഷം ഇവിടെ നിന്ന് മുഴങ്ങി മറ്റിടങ്ങളിലേക്ക് മാറത്തക്കവണ്ണം 1-ാം നൂറ്റാണ്ടിൽ നടന്നതുപോലെ ബഥേലിനെ വളർത്തിയ ദൈവത്തെ നന്ദിയോടെ വാഴ്ത്തുകയാണ്. എടാ, നീ സ്വയപ്രശംസ പറയുന്നു? അല്ല, സ്വയപ്രശംസ പറയുകയല്ല. ഇരിക്കുന്നവരെ നാം എന്തുള്ളവരാണെന്ന് ബോധവാന്മാരാക്കുകയാണ്. ചില മാതാപിതാക്കൾ മരിക്കുന്നതിന് മുന്നമേ, ഇന്നലെ എന്തോ ഒരു കാരണത്തെ ഞാൻ വീട്ടിൽ വെച്ച് പറഞ്ഞു. ഒരിക്കൽ ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ അപ്പച്ചൻ എന്നോട് പറഞ്ഞു, എൻ്റെ മരണസമയത്ത് നിങ്ങളിവിടെ ഉണ്ടെങ്കിൽ തട്ടിൻ്റെ പുറത്തുള്ള, തട്ടെന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകത്തില്ല, കേരളത്തിൽ നിന്ന് വന്ന പഴയ ആളുകൾക്കറിയാം, സാധാരണക്കാരായ ആളുകളുടെ വീടുകൾക്ക് ഒരു നിലയേ ഉള്ളൂ. പക്ഷെ 2ാം നിലയ്ക്ക് പകരമായിട്ട് ഒരു മച്ചിടുമായിരുന്നു, ഒരു തട്ടിടുമായിരുന്നു. ആ തട്ട് തടി കൊണ്ടുണ്ടാക്കിയതാണ്. ആ സാധാരണഗതിയിൽ ആ ഇടുന്ന തട്ടിൻ്റെ പുറത്ത് ഒരു 3-4 പലകകൾ, ഈ തട്ട് മുഴുവനും പലകകൾ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്, ഒരു 3-4 പലകകൾ എക്സ്ട്രാ ഇട്ടേക്കും. സാധാരണ എല്ലാ വീടുകളിലും ഉള്ളതായിരുന്നു ആ കാലങ്ങളിൽ. ഒരിക്കൽ ഞാൻ ഒരിടത്ത് ചെന്നപ്പോൾ ഒരു അപ്പച്ചൻ എന്നോട് പറഞ്ഞതാണ്, മോനെ, എൻ്റെ മരണസമയത്ത് അഥവാ നീ ഇവിടെ ഉണ്ടെങ്കിൽ, എൻ്റെ പിള്ളേരെല്ലാം പോയി, അവരാരും ഇവിടെ ഇല്ല, അഥവാ നീ ഇവിടെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഇന്ന ഭാഗത്ത് മാറ്റി ഒരു 4 പലക ഞാനതിൻ്റെ മുകളിൽ ഇട്ടിട്ടുണ്ട്, ശവപ്പെട്ടി ഉണ്ടാക്കാനാണ്. എൻ്റെ ശവപ്പെട്ടി ഉണ്ടാക്കാൻ വേണ്ടി അത് അവിടെ ഇട്ടിട്ടുണ്ട്. ആ കാലങ്ങളിൽ പലരും കരുതുമായിരുന്നു. എൻ്റെ ശവമടക്കിനുള്ളത് ഇന്നതെന്നും പറഞ്ഞ ആളുകൾ സമ്പാദിച്ചു വെക്കുമായിരുന്നു. തങ്ങൾക്കുള്ളത് മറ്റുള്ളവരോട് പറയുമായിരുന്നു. ഇന്നും ഇതിനകത്തിരിക്കുന്ന പ്രായമുള്ള പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് എന്തുണ്ടെന്നുള്ളത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് എവിടെയാണെന്നും താക്കോൽ എവിടെ വെച്ചിരിക്കുന്നതെന്നും ദയവായി നിങ്ങളുടെ അടുത്ത തലമുറയോട് പറയണേ. നിങ്ങളുടെ കാലശേഷം പിന്നെ അവർ തപ്പി നടക്കാതെ. ഇതുപോലെ ദൈവസഭയ്ക്ക് എന്ത് മുതലുണ്ടെന്ന് ഇന്ന് പകൽ ബഥേലിനോട് പറയേണ്ടത് നമ്മുടെ കടമയാകയാൽ ധൈര്യത്തോടും ആത്മാർത്ഥതയോടും കൂടെ ദൈവം മുമ്പിൽ ഇത് വിളിച്ചു പറയുവാൻ കർത്താവ് നമുക്ക് കൃപ തന്നു. വചനവും പാഠവും തമ്മിൽ ഇടകലർത്തുവാൻ അതൊരു പ്രത്യേക കാര്യമാണ്. പെന്തിക്കോസിൻ്റെ 4-ാം തലമുറ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരിടത്ത് തൊട്ടു. പെന്തിക്കോസിൻ്റെ 4-ാം തലമുറ, അതും സാധാരണക്കാരുടെ മക്കളല്ല, ഉന്നതങ്ങളിലിരുന്ന പെന്തിക്കോസിൻ്റെ ഉന്നതങ്ങളിലിരുന്ന ലീഡർഷിപ്പിൻ്റെ 4-ാം തലമുറ. ആവശ്യം പോലെ അവർക്ക് പണമായി. അന്ന് ദാരിദ്ര്യത്തിലും ബുദ്ധിമുട്ടിലും അവർ ഇറങ്ങിത്തിരിച്ചെങ്കിലും ദൈവം അവരെ സമൃദ്ധിയാൽ അലങ്കരിച്ചു. അവരുടെ തലമുറകളിൽ 4-ാം തലമുറയിൽ ഒരാൾ ഇന്ന് ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നു. മോനെ, ദൈവമുണ്ട്, നീ ദൈവത്തെ അറിഞ്ഞ് പള്ളിയിൽ വരണമെന്ന് പറഞ്ഞപ്പോൾ അപ്പനോടും അമ്മയോടും ചെറുക്കൻ ചോദിച്ച പദമാണ്, നിങ്ങൾ എന്നെ കാശ് മുടക്കി കോളേജ് വിട്ടു. നമ്മളെല്ലാം അങ്ങനെയാണ്, കുഞ്ഞുങ്ങളെ കാശ് മുടക്കി കോളേജ് വിടും, ഇല്ലാത്തൊരു കടം വാങ്ങിക്കും, എങ്ങനെങ്കിലുമൊക്കെ കോളേജ് വിട്ട് പഠിപ്പിച്ചു. എന്നെ കോളേജിൽ പഠിപ്പിച്ചത് ഇതാണ്, അത് ഞാൻ അങ്ങ് പ്രാക്ടീസ് ചെയ്യുക. ദൈവമില്ലെന്നാ കോളേജിൽ പഠിപ്പിച്ചത്, നിങ്ങളല്ലേ വിട്ട് പഠിപ്പിച്ചത്. അതുകൊണ്ട് ഞാൻ അത് തന്നെ പറയും, നടന്ന ചരിത്രമാണ്. ഇന്നും ജീവനോടുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നവരാണ്. നിങ്ങൾ എന്നെ കാശ് മുടക്കി കോളേജിൽ വിട്ട് പഠിപ്പിച്ചു, അവിടുന്ന് പഠിപ്പിച്ചതാണ് ദൈവമില്ലെന്ന്. ശാസ്ത്രവും ബൈബിളും തമ്മിൽ യോജിപ്പിച്ച് പഠിപ്പിക്കുവാൻ ക്രിസ്തീയ സഭകൾ ഫെയിലായ കാരണത്താൽ, ശാസ്ത്രവും പ്രായോഗിക ലോകവും തമ്മിൽ ചേർത്ത് പഠിപ്പിക്കുവാൻ, ബൈബിളും പ്രായോഗികവും തമ്മിൽ ചേർത്ത് പഠിപ്പിക്കുവാൻ
ക്രിസ്തീയ സഭകളെ കൊണ്ട് കഴിയാതെ പോകുന്നതിനാൽ, മഞ്ഞളിച്ച പുൾപിറ്റുകൾ മാത്രമുള്ളതിനാൽ, വേറൊരു ഭാഷയിൽ റേമയില്ലാത്ത ഉപദേശക വൃന്ദം രംഗത്ത് വന്നതിനാൽ, പെന്തക്കോസ്തിൻ്റെ ഭാവി തകരുമ്പോൾ ബഥേൽ ദൈവം നമുക്ക് തന്ന കൃപയ്ക്കായി ഞാൻ എൻ്റെ കർത്താവിനെ നന്ദിയോടെ വാഴ്ത്തുകയാണ്. കഴിഞ്ഞ ദിവസം ശാസ്ത്രീയ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു ബ്രദറിനോട് പറഞ്ഞു, ഞാൻ പേര് പറയുന്നില്ല, ഒരു ബ്രദറിനോട് പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ ഇനി നവംബർ ഡിസംബറിലേക്ക് ഇന്ത്യയിൽ വരത്തുള്ളൂ. നമ്മൾ പണ്ട് പറഞ്ഞ വിഷയങ്ങൾ, ഏലിയൻസ് മുതലായ അനേക വിഷയങ്ങൾ, ഒരുപാട് അപ്ഡേറ്റുകളുണ്ട്, ഞാൻ അത് തരാം. നവംബർ ഡിസംബറിലേക്ക് ഞാൻ തിരിച്ച് ഇന്ത്യയിൽ വരും, അന്നേരം പറയാം. തരുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മഞ്ഞളിച്ച പുൾപിറ്റുകൾ രംഗത്ത് വരാതെ വണ്ണം പഠിച്ചതെന്തെന്നും പ്രാപിച്ചതെന്തെന്നും അറിയാവുന്നതെന്തെന്നും സത്യാവസ്ഥ എന്തെന്നും എല്ലാം കൂടെ ഒന്ന് ലിങ്ക് ചെയ്യുവാൻ റേമയുള്ള ശുശ്രൂഷകന്മാരെ കർത്താവ് എഴുന്നേൽപ്പിക്കുന്നതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് ദൈവം നമ്മെ കൃപയിൽ നിർത്തി. വളർച്ചയുടെ നാമ്പ് നുള്ളുന്ന ഒരു തലമുറയാണ് ഇന്ന് രംഗത്ത് വന്നതെന്ന് മറക്കരുത്. 2 തീമോത്തിയോസ് 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യം കൂടെ ദയവായി വായിക്കണം. അതോടെ എൻ്റെ സമയം ഏറെക്കുറെ തീരും. 2 തീമോത്തിയോസ് 3-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. വായിച്ചു. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. ഇത് ദുർഘട സമയമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ഇത് വളരെ ദുർഘട സമയമാണ് എന്നറിഞ്ഞുകൊണ്ട്, ദുർഘടമെന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം ചില തോടുകൾ, ചില വഴികൾ, ചില ഇടങ്ങൾ, ചില ജലാശയങ്ങൾ ദുർഘടമാണ്, പക്ഷെ കടന്നേ മതിയാകൂ. ഞാൻ പോകുന്ന വഴിയിൽ ദുർഘടമായ ഒരിടത്തൂടെ പോകണം. അതെ, ഞാൻ ഇന്ന് പകൽ ദൈവവചനം ശുശ്രൂഷിക്കുന്നത് ദുർഘടമായ ഒരു വഴിയിലാണെന്ന് എനിക്ക് നന്നായി അറിയാം. സൈഡിൽ കടുവ ഉണ്ട്, കാണ്ടാമൃഗമുണ്ട്, പല മൃഗങ്ങളുടെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരാളിന് യാത്ര ദുർഘടമാണ്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. അന്നത്തെ പ്രത്യേകതകൾ. 2-ാം വാക്യം. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പു പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദ്വേഷികളും ദ്രോഹികളും ധാർഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. ഇവിടെ 2 തീമോത്തിയോസ് 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ അന്ത്യകാലത്ത് വരുന്ന ജനത്തിൻ്റെ ആശയങ്ങൾ, ചിന്താഗതികൾ കാണാം. അവരനുസരണം കെട്ടവരായിരിക്കും, മാതാപിതാക്കളെ അനുസരിക്കാത്തവരായിരിക്കും, അശുദ്ധരായിരിക്കും, വാചാലന്മാരായിരിക്കും. ഇങ്ങനെയുള്ളവരെ കണ്ടാൽ നിങ്ങൾ എന്തു ചെയ്യണം? സൂക്ഷിച്ചൊഴിഞ്ഞുകൊള്ളുക. ഇതുമായി സമയമെടുക്കരുത്. എൻ്റെ പ്രിയപ്പെട്ടവരെ മറക്കരുത്. ദൈവഭക്തിക്ക് യോഗ്യമാവണ്ണം അഭ്യാസം ചെയ്യുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. ഞാൻ ഒരു പടി കൂടെ പുറകോട്ട് പോകാം. ബാംഗ്ലൂരിൽ ബഥേലേജി സഭയിൽ വരുന്ന സമയം കർത്താവെ അങ്ങനെ ഏൽപ്പിക്കുന്ന പ്രത്യേക ശുശ്രൂഷ എന്താണ്? 22 അംഗങ്ങളും 7.5 രൂപയ്ക്ക് താഴെ ഒരാഴ്ചയിലെ സ്തോത്രകാഴ്ചയും നടന്നിരുന്ന അക്കാലം കർത്താവ് എന്നെ സഭയിലേക്കാക്കിയെങ്കിൽ ഒരു ഉണർവിന് വേണ്ടിയാണ് കൊണ്ടുവന്നതെന്നും നിന്റെ ജീവിതത്തിൽ ഒരു ഉണർവുണ്ടാകുമെന്നും ഞാൻ സ്നാനപ്പെട്ട അന്ന് മുതൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു വരുന്നതിൻ്റെ അന്തിമ കാലഘട്ടത്തോടടുത്ത് ഈ സഭയിൽ എന്നെ പ്ലേസ് ചെയ്തപ്പോൾ എൻ്റെ ശുശ്രൂഷ എന്താണ് എന്ന് ദൈവസന്നിധിയിൽ ചോദിച്ച സമയത്ത് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞ ഒന്നാണ്, ഒരു തലമുറയെ കാണിച്ചു തന്നു. ഞാൻ ആവർത്തിക്കാൻ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ അവരുടെയൊക്കെ പേരിവിടെ എടുത്തു പറഞ്ഞതാണ്. അവരെയൊക്കെ കോണ്ടാക്ട് ചെയ്യാനും എടുക്കാനും കർത്താവ് കൃപ തന്നു. പരിശുദ്ധാത്മാവിൻ്റെ എടുത്തു കാണിച്ചത് ഒന്ന് പാസ്റ്റർ കെ ഇ എബ്രഹാം, വേറൊന്ന് പാസ്റ്റർ PM ഫിലിപ്പ്, അപ്പസ്തോലന്മാർ മുതലുള്ളവർ നിര എന്നെ കാണിച്ചു. ഞാൻ ചില പേരുകൾ എടുത്തു പറയുന്നതാണ്. മേരി കോവൂര്, കുരുവിള കോവൂര്, ഒരു കുഞ്ഞുമണിച്ചാൻ, ഒരു ജോർജ് സാർ ഉണ്ടായിരുന്നല്ലോ, കവുങ്ങുംപ്രയാർ ജോർജ് സാറ് എന്നിങ്ങനെയുള്ള കുറച്ച് പേരെ ഇങ്ങോട്ട് എടുത്തു കാണിച്ചു. ഇങ്ങോട്ട് എടുത്തു കാണിച്ചു വെച്ച് പറഞ്ഞു, ആ തലമുറയിൽ നിന്ന് വാങ്ങി ഈ തലമുറയ്ക്ക് കൊടുക്കേണ്ടതിന് ഞാൻ നിന്നെ ഇവിടെ ആക്കുകയാണ്. അപ്പോൾ ദൈവം എന്തിനാ ആക്കിയതെന്നുള്ളത് വ്യക്തമായിട്ടറിയാം. ഇതിനകത്തൊന്ന് കവുങ്ങുംപ്രയാർ ജോർജ് സാർ ഇവിടെ വന്നിട്ടില്ല, PM ഫിലിപ്പ് സാർ ഇവിടെ വന്നിട്ടില്ല, കെ എബ്രഹാം സാറ് ഇതൊക്കെ ഇടപെടുന്നതിന് മുമ്പേ തന്നെ പോയി. അദ്ദേഹത്തിൽ നിന്ന് കേൾക്കാനും പഠിക്കാനും കഴിഞ്ഞത് ഞാനിവിടെ എൻ്റെ കഴിവോളം പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു വാചകം പറഞ്ഞ തെറ്റിയിരിക്കരുത്, ദയവായി അതിനകത്ത് തെറ്റ് കാണരുത്. നടന്ന ചരിത്രമാണ്. ഞാൻ PM ഫിലിപ്പ് സാറിൻ്റെ അടുക്ക പോയി പറഞ്ഞ, സാറേ പരിശുദ്ധാത്മാവ് ഞാൻ എന്നെ ഏൽപ്പിച്ച ഒരു കടമയാണ്, ഞാൻ വരാൻ സാറ് ചർച്ച് വരെ വരണം. എന്നെ സ്നാനപ്പെടുത്തിയ ആളാണ്,
എന്നെ ഒരുപാട് കൈത്താങ്ങൽ തന്നിട്ടുള്ള ആളാണ്. ജോർജ് സാറിനോട് ഞാൻ പറഞ്ഞു, സാറേ ബാംഗ്ലൂരിലൊന്ന് വരണം, സാറിൻ്റെ കാര്യം പരിശുദ്ധാത്മാവിനെ എടുത്തു കാണിച്ചതാ. ഈ രണ്ടുപേരിനോട് പറഞ്ഞു, മോനെ ഞങ്ങൾ വരാം, ഞാൻ വരാം, പക്ഷേ ആഭരണം ഇട്ടവർക്ക് നീ കർത്തൃമേശ കൊടുക്കുമോ? അത് കൊടുക്കും. അത് കാണാൻ ഞങ്ങൾ വരത്തില്ല. നീ അവിടം കൂടെ നന്നായി ജയിച്ചു വാ, ഞാൻ വരാം. പരിശുദ്ധാത്മാവ് നിന്നോട് പറഞ്ഞതല്ലേ എന്നെ അവിടെ വിളിക്കാൻ, ഞാൻ വരാം. ആഭരണം ഇടുന്നവർക്ക് കർത്തൃമേശ കൊടുക്കുന്നിടത്തോളം കാലം ഞാൻ വരത്തില്ല, അത് കാണാൻ ഞാൻ അങ്ങോട്ടില്ല. ആ തലമുറ എന്തായിരുന്നു? ആ തലമുറയ്ക്ക് ദൈവത്തിന് വേണ്ടി നിന്നത് എങ്ങനെയാണ്? നമ്മുടെ വസ്ത്രധാരണ രീതിയും നമ്മുടെ ആഡംബര ജീവിതവും എങ്ങനെ ഉണ്ട് എല്ലാം ചിന്തിക്കുന്നവർക്കായി സ്തോത്രം. ഞാനതിനപ്പുറത്തോട്ട് പോകുന്നില്ല. ആ തലമുറയിൽ നിന്ന് വാങ്ങിക്കൊടുക്കുവാൻ കർത്താവിനോട് പറഞ്ഞു, ഞാനത് ചെയ്തു. എന്നാൽ ഒരു തലമുറ എഴുന്നേറ്റ് വരും, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും, ഇതൊന്നും ആചരിക്കാത്തവരെണ്ണം. അതുകൊണ്ടാരും നരകത്തിൽ പോകുന്ന ഞാൻ പറഞ്ഞില്ല, വൃതന്മാരുടെ കൂട്ടത്തിൽ കാണത്തില്ലെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. നരകത്തിൽ പോകുന്ന വിഷയമേ ഞാൻ തൊട്ടില്ല, വൃതന്മാരുടെ കാര്യം മാത്രമേ ഞാൻ എടുത്തു പറയുന്നുള്ളൂ. ഇനി പെർഫെക്റ്റിംഗ് ദ സെയിൻസ്, വിശുദ്ധന്മാരുടെ യഥാസ്ഥാപനം എന്നതാണ് ഇന്നത്തെ വിഷയം. അങ്ങോട്ട് പയ്യെ തുടങ്ങുക. ഒരുപാട് ഏരിയകളിൽ തളർന്നു വീണവരായ വിശുദ്ധന്മാർ ഒന്ന് യഥാസ്ഥാപനത്തിലേക്ക് വരേണ്ടതിന് എഫെസ് ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ, എഫെസ് ലേഖനം 4-ാം അധ്യായം 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ, അതുകൊണ്ടവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി വിശുദ്ധന്മാരുടെ യഥാസ്ഥാപനത്തിനുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീക വർധനയ്ക്കും ആകുന്നു. 4-ന്റെ 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ 8-ാമത്തെ വാക്യത്തിൽ അതുകൊണ്ടവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി. എന്തിനു വേണ്ടി ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി? എങ്ങനെ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി? ക്രിസ്തുവിൻ്റെ മരണസമയത്ത് താൻ പാതാള ലോകത്തിലേക്ക് ഇറങ്ങി. അവിടെ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവരോട് സുവിശേഷം പറഞ്ഞു. അവിടുന്ന് പിശാചിൻ്റെ അടിമത്വത്തിലായിരുന്ന, ഞാൻ ഒരു പ്രാവശ്യം കൂടെ നന്നായി എടുക്കും, യേശുവിൻ്റെ മടങ്ങിവരവിനോടുള്ള ബന്ധത്തിൽ ഞാനത് ഗൗരവമായി ഓർമ്മിപ്പിക്കും. യേശുക്രിസ്തുവിൻ്റെ മരണസമയത്ത് താൻ പാതാള ലോകത്തിലേക്ക് ഇറങ്ങുകയും അവിടെ നിന്ന് പിശാചിൻ്റെ അധീനതയിലായിരുന്ന പഴയ നിയമ വിശുദ്ധന്മാരെ വിടുവിക്കുകയും ചെയ്ത് അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിലേക്ക് കയറി. അവൻ പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ ഈ പഴയ നിയമ വിശുദ്ധന്മാരെ കൊണ്ട് കാഴ്ചവെച്ച് പറഞ്ഞു, പിതാവേ, എനിക്ക് അനുകൂലയായി ഒരു മണവാട്ടി ഇതിനകത്തില്ല. ഇവരെല്ലാവരും അവിടെയും ഇവിടെയും അലങ്കോലപ്പെട്ടവരാണ്. കറ, ചുളുക്കം, വാട്ടം, മാലിന്യം ഇവ ഇല്ലാത്തതായ ഒരു സഭയെ എനിക്ക് വേണ്ടി എടുക്കണമെങ്കിൽ അതിന് പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയച്ചേ മതിയാകൂ. പഴയ നിയമത്തിൽ ഒരു പ്രവാചകന്റെ മേൽ ആത്മാവ് വന്നു, ഒരു പുരോഹിതന്റെ മേൽ ആത്മാവ് വന്നു, അല്ലെങ്കിൽ ദാവീദിന്റെ മേൽ ആത്മാവ് വന്നു. ഇതുകൊണ്ടായില്ല. സഭയുടെ മേൽ ആത്മാവ് വന്നു വ്യക്തികളെ ഭരിച്ച് നടത്തിയെങ്കിൽ മാത്രമേ, അവർ ആത്മാവിൻ്റെ നടത്തിപ്പിലായെങ്കിൽ മാത്രമേ മാന്യതയിൽ അവർ വരത്തുള്ളൂ. ആകയാൽ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിലേക്ക് കയറി. മനുഷ്യർക്ക് വേണ്ടി നല്ല ദാനങ്ങളെ വാങ്ങി ഈ ഭൂമിയിലേക്ക് അയച്ചു. എന്തിനു വേണ്ടിയായിരുന്നത്? വിശുദ്ധന്മാരുടെ യഥാസ്ഥാപനത്തിനുള്ള ശുശ്രൂഷയ്ക്കായി. Wherefore he saith, ആ ഒരൊറ്റ പേജിൽ തന്നെ ഞാൻ ഇംഗ്ലീഷ് മലയാളവും കൂടെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ അടിയിൽ ഇംഗ്ലീഷ് കിടപ്പുണ്ട്. അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിലേക്ക് കയറി, ദോഷികളാകുന്ന നമുക്ക് വേണ്ടി നല്ല ദാനങ്ങളെ വാങ്ങി. അതെന്തിനു വേണ്ടിയാണ്? വിശുദ്ധന്മാരുടെ യഥാസ്ഥാപനത്തിനായുള്ള ശുശ്രൂഷ. കണ്ടമാസിക വായിച്ചും കണ്ടവൻ്റെ വേണ്ടാദീനം കേട്ടും ദൈവകൃപയിൽ നിന്നും അന്യപ്പെട്ടു വീണുപോയ, വേണ്ടാദീനം അറിഞ്ഞിരുന്ന വിശുദ്ധന്മാരെ നമുക്കൊരു മടങ്ങിവരവുണ്ട്. ഈ ആഴ്ചയിൽ ഭയങ്കര ഗൗരവമായി തൊട്ടു തുടങ്ങുകയാണ്. കർത്താവ് അനുവദിക്കുന്നെങ്കിൽ വരുന്ന ആഴ്ചയാണ് നമ്മുടെ സെക്കൻഡ് വീക്ക്. ദയവായി എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോണേ. പണ്ടൊരിക്കൽ ഒരാഴ്ച നമ്മളൊരു സ്പിരിച്വൽ എംഫസൈസ് വീക്ക് നടത്തി. അത്രയും ഇപ്രാവശ്യം ഞാൻ താല്പര്യപ്പെടുന്നില്ല, കാര്യം എല്ലാവരുടെയും കൺവീനിയൻസ് ഉപയോഗിച്ചു നോക്കിക്കൊണ്ട്. എന്നാൽ എൻ്റെ ആഗ്രഹം ബുധനാഴ്ച കഴിയുമെങ്കിൽ മിനിമം വൈകിട്ട്, ബുധനാഴ്ച വൈകിട്ട് കഴിയുമെങ്കിൽ, ഇല്ല രാവിലെ മുതലാണെങ്കിൽ അങ്ങനെ, ഇവിടെ ദൈവസന്നിധിയിൽ വീണ് കിടന്ന് കരയുവാൻ താല്പര്യമുള്ളവർ ഒന്ന് മടങ്ങി വരുവാൻ. ഞാൻ ഇതിനിടയ്ക്ക് ഒരു അനൗൺസ്മെൻറ്റും കൂടെ അത് പറയുകയാണ്. അനേക ഭവനങ്ങളിൽ ശോചനീയമായ സ്ഥിതികളാണ്. പുറത്ത് നമ്മൾ ചിരിച്ചു കാണിക്കുമെങ്കിലും ബഥേൽ ചേർത്ത് ചിരിച്ചാൽ ചിരിച്ചെന്നായിരുന്നു. ഇന്ന് പലയിടങ്ങളിലും അങ്ങനെയല്ല. പലയിടങ്ങളിലും ആവശ്യത്തിന് കാര്യങ്ങൾ നടക്കാതെ വരുന്നതിനാൽ
കരയുന്ന അനേകർ ഉണ്ട്. നമുക്കൊന്ന് ഒരുമിച്ച് വന്ന് ദൈവസന്നിധിയിൽ കരയുവാൻ കർത്താവ് ഒരു കൃപ തരട്ടെ. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ, മേ ബി അതിൻ്റെ മുമ്പിലത്തെ ആഴ്ചയിൽ 1-2 വീടുകൾ വിസിറ്റ് ചെയ്ത സമയത്ത് എടുത്ത ഒരു തീരുമാനമാണ് സഭ ഇത് പരസ്യമായി അറിയിക്കുക. ആര് വന്നാലും വന്നില്ലെങ്കിലും ഞാനിവിടെ ഉണ്ടായിരിക്കും. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ബുധനാഴ്ച വൈകിട്ട്, അടുത്ത ആഴ്ച ബാക്കി അനൗൺസ് ചെയ്യാം, സഭയുടെ തീരുമാനം കൂടെ അറിഞ്ഞിട്ട്. ബുധനാഴ്ച വൈകിട്ട്, മേ ബി വ്യാഴാഴ്ച പകൽ, കുറഞ്ഞപക്ഷം ബുധനാഴ്ച വൈകിട്ട് ഞാനിവിടെ ഉണ്ടായിരിക്കും. വീണ് കിടക്കേണ്ടവർക്ക് തറയിൽ വീണ് കിടക്കാം, കസേരയിൽ ഇരിക്കേണ്ടവർക്ക് കസേരയിൽ ഇരിക്കാം, നിലവിളിക്കേണ്ടവർക്ക് നിലവിളിക്കാം. നാം ദൈവസന്നിധിയിൽ അനുതാപത്തോടെ ഒന്ന് മടങ്ങി വന്ന്, യഹോവയെ മടങ്ങി വരണമേ, ഞങ്ങളുടെ സാഹചര്യങ്ങൾക്കൊരു വ്യത്യാസം വരണമേ, ഭാരത ക്രിസ്ത്യാനിത്വം തകരുന്നതിൻ്റെ മുമ്പിൽ ഒന്ന് പിടിച്ചുയർത്തുവാൻ ദൈവം ഞങ്ങളെ ഒന്നുകൂടെ അധികാരപ്പെടുത്തണേ, എന്നെ ഒന്നുകൂടെ ബലപ്പെടുത്തണമേ എന്ന് ദൈവസന്നിധിയിൽ നമുക്കൊന്ന് കരയാം. വിശുദ്ധന്മാരുടെ യഥാസ്ഥാപനത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ ഇങ്ങോട്ട് അയച്ചു. ആകയാൽ പരിശുദ്ധാത്മാവിനെ നമുക്ക് വേണ്ടി അയച്ചതിനാൽ ആത്മാവിൻ്റെ കൃപാവരങ്ങൾ വ്യാപരിക്കട്ടെ. അവൻ ചിലരെ അപ്പോസ്തലന്മാരും ചിലരെ പ്രവാചകന്മാരുമാക്കി. ഞാൻ വേഗത്തിൽ ആ ഭാഗത്തേക്ക് വന്നോളാം, ഒന്നുകൂടെ തൊട്ടേച്ചു പോകാം. നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് മടങ്ങി വരാം. അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിലേക്ക് കയറി. ആ പദം ഒന്നുകൂടെ അതിവേഗത്തിൽ തൊടുകയാണ്, ഒന്നുകൂടെ അതിവേഗത്തിൽ തൊടുകയാണ്. കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാകത്തില്ല. ഞാൻ ബഥേലിനകത്തിരിക്കുന്നവരുടെ കാര്യമല്ല, വെളിയിൽ നിന്ന് കേൾക്കുന്ന പലർക്കും വ്യക്തമാകുന്നില്ല എന്ന് എനിക്ക് നന്നായി അറിയാം. കർത്താവായ യേശുവിൻ്റെ മരണസമയത്ത് തൻ്റെ ആത്മാവ് കർത്താവായ പിതാവായ ദൈവത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. യേശു ക്രിസ്തുവിൻ്റെ 2 ആത്മാവുണ്ടെന്ന് അറിയാമോ? താൻ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്നതിനാൽ, ഐ റിപ്പീറ്റ്, യേശു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്നതിനാൽ തനിക്ക് 2 ആത്മാക്കൾ ഉണ്ടായിരുന്നു. ഒന്ന്, താൻ പൂർണ്ണ മനുഷ്യനായിരുന്നതിനാൽ തനിക്ക് മനുഷ്യാത്മാവുണ്ടായിരുന്നു, അല്ലെങ്കിൽ യേശുവിൻ്റെ മനുഷ്യത്വം അപൂർണമെന്ന് വരും. 2, യേശു പൂർണ്ണ ദൈവമാകയാൽ യേശുവിന് ദൈവാത്മാവുണ്ടായിരുന്നു, അല്ലെങ്കിൽ താൻ അപൂർണ്ണ ദൈവമെന്ന് വരും. അല്ല, താൻ ഇത് രണ്ടുമായിരുന്നു. തൻ്റെ മനുഷ്യാത്മാവിനെ പിതാവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ച ശേഷം ദൈവാത്മാവിൽ അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി. 2 ആത്മാക്കൾ ഉണ്ടായിരുന്നതിൽ ഒന്ന് മനുഷ്യാത്മാവിനെ പിതാവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ച ശേഷം തൻ്റെ ദൈവാത്മാവിൽ താൻ പാതാളത്തിലേക്ക് ഇറങ്ങി. അവിടെ ചെന്ന് ബന്ധനത്തിൽ കിടക്കുന്നവരോട്, പണ്ട് നോഹയുടെ പെട്ടകം ഒരുക്കുന്ന കാലം മുതൽ ബന്ധനത്തിൽ കിടക്കുന്നവരോട് എഴുന്നേറ്റ് വരുവാൻ തിരിച്ചാവശ്യപ്പെട്ടു. അബ്രഹാം എഴുന്നേറ്റ് വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹാബേൽ എഴുന്നേറ്റ് വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പഴയ നിയമ ഭക്തന്മാർ, അതിനകത്ത് കിടന്നവർ ഉയർത്തെഴുന്നേറ്റു. അവരുമായി അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിലേക്ക് കയറി. പോകുന്ന വഴിയിൽ മരണത്തിൻ്റെ 3-ാമത്തെ ദിവസം കല്ലറയുടെ വാതിക്കലൂടെ വന്നു. കല്ലറയുടെ വാതിക്കൽ വെച്ച് ആത്മാക്കൾ സ്വതന്ത്രരായി. അനേക വിശുദ്ധന്മാരുടെ ശവശരീരങ്ങൾ ഉയർത്തെഴുന്നേറ്റു. യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം അവർ കല്ലറകളെ വിട്ട് പട്ടണത്തിലിറങ്ങി അനേകർക്ക് വെളിപ്പെട്ടു. അങ്ങനെ ഒരു വിഭാഗത്തെ താൽക്കാലികമായി ഉയർപ്പിച്ചുകൊണ്ട് വിശുദ്ധന്മാരുടെ ആത്മാക്കളുമായി സ്വർഗത്തിലേക്ക് കയറി. പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ ഇവരെ കാഴ്ചവെച്ച ശേഷം പറഞ്ഞു, പിതാവേ, എനിക്ക് അനുയുക്തയായ ഒരു മണവാട്ടി, കറാചുളുക്കം വാട്ടം മാലിന്യമേ ഇല്ലാത്ത ഒരു മണവാട്ടി ഇതിനകത്തൊന്നും ഇല്ലാത്തതിനാൽ അപ്രകാരം ഒരു മണവാട്ടിയെ ഒരുക്കിയെടുക്കുവാൻ അങ്ങയുടെ ആത്മാവിനെ ഭൂമിയിലേക്ക് അയക്കണമേ. അങ്ങനെ പിതാവിനോട് വാങ്ങി ഭൂമിയിലേക്ക് അയച്ചു തന്നു. എന്തൊക്കെയാണ് ആ കൂട്ടത്തിൽ, എന്തിനാണത് കൊടുത്തത്? വിശുദ്ധന്മാരുടെ യഥാസ്ഥാപനത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി ആത്മാവ് വന്നതോടെ 5 വിധ ശുശ്രൂഷകന്മാരെ ആത്മാവ് നിയമിച്ചു. ആത്മാവ് വന്ന് ചിലരെ അപ്പോസ്തലന്മാരാക്കി, ചിലരെ പ്രവാചകന്മാരാക്കി, ചിലരെ സുവിശേഷകന്മാരാക്കി, ചിലരെ ഇടയന്മാരാക്കി, ചിലരെ അധ്യാപകന്മാരാക്കി നിയമിച്ചു. അനേക കൃപാവരങ്ങൾ ദൈവസഭയിൽ പകുത്തു കൊടുത്തേച്ചു പറഞ്ഞു, നിങ്ങളുടെ കടമ വിശുദ്ധന്മാരെ യഥാസ്ഥാനപ്പെടുത്തുകയാണ്. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും അലറിപ്പോകുമ്പോൾ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇടറിപ്പോകുമ്പോൾ, സാരമില്ല മോനെ എന്ന് പറഞ്ഞ് ഒന്നുകൂടെ തിരികെ കൊണ്ടുവരുവാൻ. ഒരു കുഞ്ഞൊരു വീട്ടിൽ ജനിച്ചതുകൊണ്ട് ഇതിനകത്തിരിക്കുന്ന പ്രായമുള്ളവർ ദയവായി, ആത്മീയ പ്രായമുള്ളവർ ദയവായി 100% ഗൗരവത്തോടെ ശ്രദ്ധിക്കണമേ. ഒരു കുഞ്ഞൊരു വീട്ടിൽ ജനിച്ചതുകൊണ്ട് ആ കുഞ്ഞ് വളരത്തില്ല. അത് വളരണമെന്നുണ്ടെങ്കിൽ മാതാവും പിതാവും വീട്ടിലുള്ള മൂത്ത സഹോദരങ്ങളും ആ കുഞ്ഞിനെ ലാളിച്ചു വളർത്തുന്നത് പോലെ ആത്മീകത്തിൽ ജനിച്ചു വീഴുന്ന ചിലതിനെ വളർത്തേണ്ടതിന് വേണ്ടി ദൈവം 5 വിധ ശുശ്രൂഷകന്മാരെയും ഒരു കൂട്ടം കൃപാവരങ്ങളെയും കൂടെ സഭയ്ക്കകത്ത് കൊടുത്തേച്ച് പറഞ്ഞു, ഇത് വിശുദ്ധന്മാരുടെ
യഥാസ്ഥാപനത്തിൻ്റെ ശുശ്രൂഷയ്ക്കാണ്. വിശുദ്ധന്മാരുടെ യഥാസ്ഥാപനത്തിൻ്റെ ശുശ്രൂഷയ്ക്കാണ് ഇവരെ വളർത്തിക്കൊണ്ട് വരയണം. വിശുദ്ധന്മാരെ അവിടെയും ഇവിടെയും വീണവരെ, ഞാനല്ലെങ്കിൽ നാളെ എനിക്ക് ഒരുപാട് തെറിവിളി കേൾക്കുമെന്ന് എനിക്കറിയാം. കാര്യം അശുദ്ധനെല്ലാം ലേഖനം എഴുതാൻ തുടങ്ങും, അശുദ്ധനെല്ലാം പ്രസംഗം ആരംഭിക്കും. ഇതില്ലെന്നല്ല ഞാൻ പറഞ്ഞത്, നന്നായി അറിയാമെങ്കിലും എൻ്റെ ജനം വളർന്നു വരേണ്ടതിന് ദൈവകൃപയിൽ ആശ്രയിച്ച് ഞാനിത് പരസ്യമായി വിളിച്ചു പറയുകയാണ്. വിശുദ്ധന്മാരുടെ യഥാസ്ഥാപനത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് അതും ഇതും കേട്ട് പിന്മാറിപ്പോയവർ, അതും ഇതും കേട്ട് സംശയിച്ചു പോയവർ, ഇടറിപ്പോയവർ യേശുവിന്റെ നാമത്തിൽ മടങ്ങി വരേണ്ടതിന് കൃപാവരങ്ങളെ സഭയ്ക്ക് തന്ന കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. വിശുദ്ധന്മാരുടെ യഥാസ്ഥാപനത്തിന്റെ ശുശ്രൂഷയ്ക്കാണ്. മറക്കരുത്, ആദ്യം മുതൽ ഒന്നുകൂടെ വരാം. യേശു അയച്ച പ്രേക്ഷിത ദൗത്യം എന്ത്? നമ്പർ 1, പുതിയ ആത്മാക്കളെ കർത്താവിന് വേണ്ടി കൊണ്ടുവരിക. നമ്മിൽ നിന്ന് ഫലം കർത്താവ് പ്രതീക്ഷിക്കുന്നു. നാം ഫലമുള്ളവരായി മാറണം, ഫലമുള്ള വേലക്കാരായി മാറണം. 2, നമ്മെ അപ്പോയിന്റഡ് ടു ബി എ ഫ്രൂട്ട്ഫുൾ സെർവന്റ്, നമ്മെ ഫലമുള്ളവരാകുവാൻ കർത്താവ് വിളിച്ചു. 2-ാമത്തേത് പെർഫെക്റ്റിംഗ് ദ ബോഡി ഇൻ ക്രൈസ്റ്റ്. ഒരു ശിശു ജനിച്ചത് കൊണ്ടായില്ല. വി നീഡ് ടു പെർഫെക്റ്റ് അവേഴ്സെൽഫ്. അനേക സഹോദരന്മാർ ചേർന്ന്, സഭയിലെ മെമ്പേഴ്സ് ഒരുമിച്ച് ചേർന്ന് ഒരു സഭയായി വളരുക, ഒരു സഭയായി വളരുക. ഭിന്നതകളും ഇടർച്ചകളും വിതച്ചുകൊണ്ട് കഴിഞ്ഞ നാളുകളിൽ വ്യാപരിച്ചിരുന്ന, എന്നും വ്യാപരിപ്പാൻ ശ്രമിക്കുന്ന അശുദ്ധ വ്യാപാര ശക്തികളെ സഭയായി യേശുവിന്റെ നാമത്തിൽ ശാസിച്ചുകൊണ്ട് ക്രിസ്തുവിൽ ഒരൊറ്റ പുതുമനുഷ്യനായി വളരുവാൻ, പെർഫെക്റ്റിംഗ് ദം വിത്ത് ഫൈവ്-ഫോൾഡ് മിനിസ്ട്രി. മറക്കരുത്, പഴയ നിയമത്തിൽ ശലോമോൻ ഒരു ദേവാലയം പണിതു. ശലോമോന്റെ ദേവാലയത്തിന്റെ പ്രത്യേകത വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്ത കല്ലുകൾ, ഫാഷൻ ചെയ്ത കല്ലുകൾ വെട്ടുകുഴിയിൽ വെച്ച് തന്നെ. ഇതാണ് വെട്ടുകുഴി, ദൈവത്തിന്റെ സഭയാണ് വെട്ടുകുഴി. ഇവിടെ വെച്ച് തന്നെ ഫാഷൻ ചെയ്ത് പെർഫെക്റ്റായ കുറെ കല്ലുകളെ ആലയത്തിന്റെ പണിക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രതിഷ്ഠിക്കുവാൻ കർത്താവ് നമുക്ക് തരുന്ന ദൈവകൃപയ്ക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മെ വീണ്ടെടുത്തത് ക്രിസ്തുവാണ്. എന്നാൽ 1 കൊരിന്ത്യർ 3:9 ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ, നിങ്ങൾ ദൈവത്തിന്റെ കൃഷി, ദൈവത്തിന്റെ ഗൃഹനിർമ്മാണം. ഫോർ വി ആർ ദ ലേബറേഴ്സ് ടുഗദർ വിത്ത് ഗോഡ്. ഈ ആർ ഗോഡ്സ് ഹസ്ബൻഡറി, ഈ ആർ ഗോഡ്സ് ബിൽഡിംഗ്. ഇന്നൊരു ചർച്ച് കെട്ടിടത്തെ കുറിച്ച് അനൗൺസ് ചെയ്തു. കെട്ടിടം കൊണ്ട് ഒന്നും സാധിക്കാനില്ല. വിശ്വാസികൾ കെട്ടിടത്തിനകത്ത് ഇല്ലെങ്കിൽ നാം ഒരുമിച്ചാണ് ദൈവത്തിന്റെ സഭയായി വളരേണ്ടത്. സകലതും പ്രൊവൈഡ് ചെയ്യുന്ന ദ മൈറ്റി പ്രൊവൈഡർ നമുക്ക് ആവശ്യമുള്ളത് മുഴുവനും തന്നിരിക്കും, തരേണ്ടത് മുഴുവനും തന്നിരിക്കും. കൃപയിലൊന്ന് വളരുവാൻ ദൈവകരങ്ങളിലേക്ക് നമ്മെ ഒന്നുകൂടെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് നമ്മെ വളർത്തട്ടെ. നമുക്കിതാണ് വേണ്ടത്. ആകയാൽ ഓടുന്നവരെ വിതയ്ക്കുന്നവൻ പാറസ്ഥലത്ത് വിതയ്ക്കരുത്. സുനിൽ പാസ്റ്റർ ഇച്ചിരി മുമ്പേ പറഞ്ഞായിരുന്നു, 17 സർവീസുകളായി നമ്മൾ വളർന്നത്. നമ്മളിവിടെ വരുന്ന സമയത്ത് ഒരു സർവീസായിരുന്നു ഉണ്ടായിരുന്നത്, പിന്നെ 17 സർവീസുകളായി എന്ന് പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് ഞങ്ങളിവിടെ വന്ന് 36 വർഷം തികഞ്ഞ അന്ന്, 36ാമത്തെ വർഷം ഇവിടെ ഒരു ആനിവേഴ്സറി പോലെ കൊണ്ടാടിയായിരുന്നു, ഒരു സെലിബ്രേഷനായിട്ട്. അന്ന് ഞാനൊരു ഡോക്യുമെൻ്ററി ഉണ്ടാക്കിയത് ഇന്ന് കണ്ടു. കാര്യം ഈ കാണുന്ന പടം അക്കാലത്ത് ഞാൻ എടുത്തിരുന്നതാണ്. ഈ പടം തപ്പി ഇറങ്ങിയാൻ എവിടെയാണ് ഇത് പടം ഒന്നുകൂടെ ഒന്ന് എടുത്ത് ഒന്നുകൂടെ കാണിക്കാൻ. അന്ന് ആ ഡോക്യുമെൻ്ററി ഞാൻ കണ്ടു. ഇത്ര ബിൽഡിങ്ങുകളായി, ഇത്ര സ്ഥലത്തുണ്ട്, ഇത്ര ആരാധനകളായി, ഒരു ഞായറാഴ്ച 17 ആരാധനകളായി ദൈവം നമ്മെ വളർത്തിയത് അന്ന് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. 36ാമത്തെ വർഷം, ഇപ്പം 41 42 ഏതാണ്ടായെന്ന് തോന്നി. എത്ര 41 42ാമത്തെ വർഷം നടന്നുകൊണ്ടിരിക്കുക. 36 വർഷം കംപ്ലീറ്റ് ചെയ്ത് അന്ന് എടുത്തിട്ടതിനകത്തായിരുന്നു ഇത് ഞാൻ ഇട്ടത്. മറക്കണ്ട, നമ്മെ ഫാഷൻ ചെയ്ത് ഒരുമിച്ച് കൊണ്ടുവരികയാണ്. ശലോമോൻ്റെ ദേവാലയത്തിൻ്റെ പ്രത്യേകത വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്ത കല്ലുകൊണ്ട് ദേ വർ ഫാഷൻഡ് ആൻഡ് മെയ്ഡ് റെഡി. അതുകൊണ്ട് അതിന് പലയിനം ഉപകരണങ്ങൾ വേണം. ആ ഉപകരണങ്ങളാണ് സഭയെ പെർഫെക്റ്റ് ചെയ്യുന്ന വിശുദ്ധന്മാരുടെ യഥാസ്ഥാപനത്തിൻ്റെ ശുശ്രൂഷ. ഒരു കല്ല് വെട്ടിക്കൊണ്ട് വന്നാൽ ഒരിക്കലും പണിയത്തക്ക യോഗ്യതയിലല്ല. പാസ്റ്റർ KV ഫിലിപ്പ് എന്നൊരു മനുഷ്യനെ എനിക്കറിയായിരുന്നു, ജോധ്പൂരിലുണ്ടായിരുന്ന പാസ്റ്റർ KV ഫിലിപ്പ്. അദ്ദേഹം ഒരിക്കൽ തൻ്റെ സഭ കെട്ടിടത്തിൻ്റെ പണിക്ക് നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഡോക്ടർ മാർക്ക് ബണ്ടേയിനെ കണ്ടു. മാർക്ക് ബണ്ടേനോട് പറഞ്ഞ് എനിക്കൊരു മനോഹരമായ കെട്ടിടം വെക്കണമെന്നുണ്ട്. അങ്ങരുടെ ആ വിശദീകരണത്തിൽ ഒരു തെറ്റുപറ്റിയതാണ്. എനിക്ക് മനോഹരമായൊരു കെട്ടിടം ജോധ്പൂരിൽ വെക്കണമെന്നുണ്ട്, സഭാ കെട്ടിടമായിട്ട്.
എന്ത് സഹായം അങ്ങയെ കൊണ്ട് ചെയ്യാൻ കഴിയും ചെയ്യണം. മാർക്ക് ബെൻഡനോട് പറഞ്ഞതാ. മാർക്ക് ബെൻഡൻ പറഞ്ഞു, എന്നെ കൊണ്ട് ഒക്കുന്ന പോലെ വേറെ ആരെ കൊണ്ട് ഒക്കത്തില്ല. ഞാൻ കാനഡയിൽ നിന്ന് കല്ല മാർബിൾ കല്ലുകൾ പോളിഷ് ചെയ്യാനുള്ളൊരു ഉപകരണം കൊണ്ടുവന്നിട്ടുണ്ട്, തരാം. എടാ, ഇയാൾക്ക് ഇഷ്ടിയ വാങ്ങിക്കാൻ കാശില്ലാഞ്ഞിട്ടാ എന്ന് പറഞ്ഞത്. പക്ഷെ കാശിൽ എന്തെങ്കിലും തരണമെന്നല്ല പറഞ്ഞ, മനോഹര കെട്ടിടം വെക്കണമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് അങ്ങേര് പറഞ്ഞത്, മനോഹര കെട്ടിടം വെക്കണമെങ്കിൽ മാർബിൾ കല്ലുകൾ നന്നായി പോളിഷ് ചെയ്ത് കംപ്ലീറ്റ് കെട്ടാം, അതിനുള്ളൊരു ഉപകരണം ഞാൻ കാനഡയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്, തരാം. രണ്ടായാലും ദൈവസഭയിൽ ഉപയോഗിക്കപ്പെടുന്ന കല്ലുകൾ ഏറ്റവും നല്ലതും മാർബിൾ കല്ലുകളുമായിരിക്കണം, അതൊക്കെയും പോളിഷ് ചെയ്തതായിരിക്കണം. ഇന്ന് പകൽക്കാലം ഒന്ന് പോളിഷ് ചെയ്യാൻ നമ്മെ ഒന്ന് ഏൽപ്പിക്കാം. സഭയിലെ അപ്പോസ്തലന്മാരെ, സഭയിലെ ഇടയന്മാരെ, സഭയിലെ പ്രവാചകന്മാരെ, സഭയിലെ ശുശ്രൂഷകന്മാരെ നമുക്കൊന്ന് എഴുന്നേറ്റ് പണിയാം. കരയുവാൻ ആവശ്യമുള്ളവർ വരട്ടെ, ഇരിക്കാൻ ആവശ്യമുള്ളവർ ഇരിക്കട്ടെ. നമുക്ക് ദൈവത്തെങ്കിൽ നിന്ന് ചിലത് പ്രാപിക്കാം. നാം ദൈവത്തിന് നല്ലവരാകും. ആകയാൽ ഓടുന്നവരെ, വിതയ്ക്കുന്നവരെ, ഞാൻ ഈ 37ാമത്തെ ആനിവേഴ്സറിയെക്കുറിച്ച് പെട്ടെന്ന് പറഞ്ഞേച്ചാണ് വന്നത്. അന്ന് ഞങ്ങളൊരു ഡോക്യുമെൻ്ററി പ്രസിദ്ധീകരിച്ചിരുന്നു. അതിനകത്തെ ഡോക്യുമെൻ്ററിക്കകത്ത് നമ്മുടെ ആപ്തവാക്യമായി കൊടുത്തിരുന്നതാണ്, വിതയ്ക്കുന്നവരെ പാറസ്ഥലത്ത് വിതയ്ക്കരുത്, നിങ്ങൾ മരമണ്ടന്മാരാ. പാറസ്ഥലത്ത് വിതച്ചവൻ ആരും കൊയ്തിട്ടില്ല, നല്ല മണ്ണിൽ വിതച്ചവർ മാത്രമേ കൊയ്തിട്ടുള്ളൂ. നല്ല മണ്ണിൽ വിതയ്ക്കുവാൻ, ഒരുമിച്ച് വരുവാൻ നമുക്ക് തയ്യാറാകാം. സഹകരിക്കുന്നവർ നല്ലതിനോട് സഹകരിക്കട്ടെ, തീയതിനോട് സഹകരിക്കാതെ. പല പ്രാവശ്യം ഞാൻ ആവർത്തിച്ചു, കന്ന് ചെന്നാൽ കന്നും കൂട്ടത്തിലേ ചേരത്തുള്ളൂ. നമുക്ക് ദൈവത്തെ ആരാധിക്കുന്നവരുടെ കൂട്ടത്തിലാകുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. നാം ഓടുന്നുവെങ്കിൽ പ്രാപിപ്പാൻ തക്കവണ്ണം നമുക്ക് ഓടാം. ഒരു ഗുണദോഷം കൂടെ ഞാൻ ഇവിടെ എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നു. ആരാധിക്കുന്നവരെ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പീൻ. ഞായറാഴ്ച രാവിലെ എവിടെയെങ്കിലും ആരാധനയ്ക്ക് പോയി എന്നൊരു ഒരു കടമ തീർക്കേണ്ടതിനല്ല വരുന്നത്. നാം വരുന്നത് ആരാധിക്കാനാ. ആരാധിക്കുന്നവരെ സത്യത്തിലും ആത്മാവിലും ആരാധിക്ക്. ഒരു സഹോദരി എന്നോട് പറഞ്ഞ ഒരു വാചകം, 2-3 വാചകങ്ങൾ ഭയങ്കരമാണ്. എലഹങ്കയിൽ നിന്ന് വരുന്ന ഒരു വിജയമ്മ സിസ്റ്ററുണ്ട്. 1-2 ആഴ്ചകൾ അടുത്ത് വേറെ സഭയുണ്ട്, ഇങ്ങോട്ട് പോരാൻ പറഞ്ഞ ആളുകൾ ചെന്ന് ഉറുത്തിയത് കൊണ്ട് സിസ്റ്റർ അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞപ്പോൾ ഒരു സ്വപ്നത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെട്ടേച്ച് പറഞ്ഞ്, വിജയമ്മ ഇന്ന് ആബ്സെൻ്റാ. അല്ല കർത്താവ്, ഇപ്പുറത്ത് പോയി. നോ, നിൻ്റെ അറ്റൻഡൻസ് ബഥേലില്ല, നിൻ്റെ പേര് ബഥേലില്ല, അറ്റൻഡൻസ് ബഥേലില്ല. അങ്ങനെയാണെങ്കിൽ നീ ഇന്നവിടെ ഇല്ലായിരുന്നു, നീ ആബ്സെൻ്റാ. ഓടേണ്ടതുപോലെ ഓടുവാൻ. വേറൊരു സഹോദരി ഒരിക്കൽ പറഞ്ഞ ഒരു പദം ഓർമ്മയുണ്ട്. ഞാൻ അല്പം ബുദ്ധിമുട്ട് കാരണം ആരാധനയ്ക്ക് വരണ്ട, ഇൻ്റർനെറ്റിൻ്റെ മുമ്പിലാട്ടെന്ന് ഓർത്തു. അല്പം ബുദ്ധിമുട്ട് കാരണം ബസ്സിലൊന്നും കയറാൻ കഴിയുകയില്ല, അതുകൊണ്ട് വീട്ടിലിരുന്ന് ആരാധിക്കാമെന്ന് ഓർത്തപ്പോൾ പരിശുദ്ധാത്മാവ് ഇടപെട്ടതാ. ഒറ്റയ്ക്ക് വെച്ചിരിക്കുന്ന കൊള്ളി ഒരിക്കലും കത്തത്തില്ല. കത്തുന്ന കൊള്ളികളോട് ചേർന്നിരിക്കുന്ന കൊള്ളികൾ മാത്രമേ കത്തത്തുള്ളൂ. ഇന്ന് പകൽ കത്തുവാൻ അർഹതയുള്ളതും കത്തുവാൻ താല്പര്യപ്പെടുന്നവരുമായവരെ ഒരുമിച്ച് വരിക. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. അതുകൊണ്ട് ദൈവം വലിയൊരു സമൂഹത്തെ ഇവിടെ ഒരുക്കിയതിനാൽ, വലിയതൊന്നും ഞാൻ പറയത്തില്ല, 10-13 കോടി ആളുകൾ, 100-130 കോടി ആളുകളുള്ള ഭാരതത്തിൽ 2000-ഓ 5000-ഓ പേരിരുന്നാൽ ഒരു വലിയ കൂട്ടം അല്ലൊരു ചെറിയ കൂട്ടമാണ്. എങ്കിലും ഇത്രയും വലിപ്പമുള്ള ഒരു കൂട്ടത്തെ ദൈവം നമുക്ക് തന്നത് കത്തേണ്ടവർ കത്താനാ. ഇന്ന് സ്തോത്രകാഴ്ചയുടെ പാട്ടുപാടാൻ ഞാൻ സമയം വിടുകയാണ്, മാറുകയാ. പാടുന്ന സമയം മുതൽ നിൽക്കരുത്, ആത്മാർത്ഥമായി. ഞാനിവിടെ വന്ന ഉടനെ ഇരിക്കുകയായിരുന്നു. നിങ്ങളിൽ പലർക്കും അറിയത്തില്ല, പറയേണ്ടെന്ന് പറഞ്ഞതാണെങ്കിൽ ഞാൻ പറയാൻ പോവാ. പറയരുതെന്ന് കരുതിക്കൊണ്ട് വന്നതാണ്, പക്ഷെ പരസ്യമായിട്ട് പറയുക. എനിക്ക് തോന്നുന്നത് ഒരു 1.5 വർഷത്തിന് മുമ്പേ അനിയൻ കുഞ്ഞു പാസ്റ്റർ എന്നോടൊരു ദൂതെടുത്തേച്ച് ഇങ്ങനെ പറഞ്ഞു, സുനിൽ പാസ്റ്റർ സ്റ്റേജിൽ ശക്തമായി കത്തും, അതിൻ്റെ അടുത്ത തലമുറയും അവനോടുകൂടെ സ്റ്റേജിൽ കയറും. ആദ്യ ദിവസങ്ങളിൽ ഞാൻ കാണുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നീ ക്ഷീണിതനായി മുൻപിൽ വന്നിരിക്കും. ആ ദിവസങ്ങളിൽ ഒന്നിൽ ശ്വാസം പോയതുപോലെ നീ തറയിൽ വീഴും. പക്ഷെ അത് നിൻ്റെ അന്തമല്ല. വീണ്ടും ഞാൻ നിൻ്റെ മൂക്കിലേക്ക് ഊതും. ഒരു പുതുശക്തിയോടെ ഞാൻ നിന്നെ എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരും. അധികം പേർക്ക് അറിയത്തില്ലായിരിക്കും, എനിക്ക് ദിവസങ്ങളിൽ ഹൈ ഷുഗറുണ്ട്. അത് 300 വരെയൊക്കെ പോവും. ഹൈ ഷുഗറുണ്ട്. പക്ഷെ ഞായറാഴ്ച രാവിലെ ഞാൻ ഒരിക്കലും മെഡിസിൻ എടുക്കാറില്ല. ഇതിൻ്റെ കാരണം ഇവിടെ വന്നെങ്ങാണ് ഷുഗർ ഡൗൺ ആയാൽ. പക്ഷെ ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഷുഗർ ഡൗൺ ആയി എന്നൊരു തോന്നൽ. ആകെപ്പാടെ ചെറുതായിട്ട് വിറയ്ക്കാൻ തുടങ്ങി. ഞാൻ പെട്ടെന്ന് ചോക്ലേറ്റൊക്കെ എടുത്തു തന്നു, ഷുഗർ അളക്കുന്ന എക്യുപ്മെൻ്റ് എടുത്തു.
ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒത്തിരിയും കൂടെ ഡൗണായി. ഞാനതുകൊണ്ട് അത് ഷുഗർ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റും കൂടെ കൊണ്ടുവന്നു. ഇവിടെ കൊണ്ടുവന്ന പാസ്റ്റേഴ്സ് റൂമിലിരുന്നു. ഇരുന്ന് വെച്ചാൽ എല്ലാവരോടും പറഞ്ഞു, ഇങ്ങനൊരു ദൂതുണ്ട്, ഇന്ന് ഞാൻ താഴെ പോകുമെന്ന് എനിക്കറിയത്തില്ല. താഴെ പോയാലെടുത്ത് കളയല്ലേ, കർത്താവിനെ ഒന്നുകൂടെ ഊതി എഴുന്നേൽപ്പിക്കും. ഞാൻ ആ മുറിക്കകത്തുനിന്ന് കയറി ചെല്ലുമ്പോൾ ഷുഗർ 51 ഉള്ളൂ. മനസ്സിലാകുന്നവർക്ക് ഇത് മനസ്സിലാകും. 300 ആയിരുന്നു എൻ്റെ ഷുഗർ, 51 മാറി. വിറച്ചിട്ട് എഴുന്നേക്കാൻ വയ്യാതായി. സഹോദരന്മാരെൻ്റെ വട്ടം കൂടി നിന്ന് ഒന്ന് പ്രാർത്ഥിച്ച് അതിനകത്ത് ഊത്ത് നടന്നു. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? സഹോദരന്മാർ വട്ടം കൂടി നിന്ന് ഒന്ന് പ്രാർത്ഥിച്ച് കൃപയാൽ അതിനകത്ത് ഊത്ത് നടന്നു. അതുകൊണ്ടാണ് ഇന്ന് ഇത്രയും ശക്തമായി ഇവിടെ നിൽക്കുവാൻ കർത്താവ് ഇടയാക്കിയത്. സെപ്റ്റംബർ 1 ഇന്നൊരു പുതിയ ഊത്ത് നടന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സെപ്റ്റംബർ 1 ഇന്ന് എന്തോ നടന്നെന്ന്. ആരാധനയ്ക്ക് വേണ്ടി എഴുന്നേൽക്കുമ്പോൾ, സ്തോത്രകാഴ്ചയുടെ പാട്ടുപാടുമ്പോൾ ആരും മൗനമായി നിൽക്കരുത്. നിങ്ങളെ കൊണ്ട് ഒക്കുന്നത് പോലെ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുക. കത്തുന്നവരോട് ചേർന്ന് കത്തുവാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. റിസ്റ്റോർ ചെയ്യേണ്ട ദൈവത്തിൻ്റെ ദാസന്മാർ മറക്കരുത്. കർത്താവ് നമ്മളെ റിസ്റ്റോർ ചെയ്യേണ്ടതിനു വേണ്ടി അപ്പസ്തോലന്മാരെയും പ്രവാചകന്മാരെയും ദൈവസഭയ്ക്കകത്താക്കിയപ്പോൾ ഹോശയ പ്രവാചകൻ വിളിച്ചു പറയുകയാണ്, വരുവീൻ, യഹോവയുടെ അടുക്കലേക്ക് മടങ്ങി വരിക. അവൻ നമ്മെ കടിച്ചു കീറി, അവൻ നമ്മെ മുറിവ് കെട്ടും. സിയോനിലെ ഇസ്രയേലെ ഹോശയ 6:1 ഹോശയ 14:1-2 വാക്യങ്ങളിൽ മടങ്ങി വരിക, മടങ്ങി വരിക, മടങ്ങി വരിക. ഇന്ന് പകൽ എവിടെയെങ്കിലും തളർന്നെങ്കിൽ ദൈവസന്നിധിയിൽ ഇരുന്നൊരു തീരുമാനമെടുക്കുക, കർത്താവേ ഞങ്ങൾ മടങ്ങി വരികയാണ്. യോവേൽ പ്രവചനം 2:13 വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ തന്നെ കീറി. ആ സംഭവമാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ സെക്കൻഡ് വീക്കിൽ ഇവിടെ വരാൻ പോകുകയാ. എനിക്കറിയത്തില്ല എത്ര പേര് വരുമെന്ന്. സെക്കൻഡ് വീക്കിൻ്റെ ബുധനാഴ്ച എത്ര പേർക്ക് വരാൻ കഴിയും? ബുധനാഴ്ച വൈകിട്ട്, സെക്കൻഡ് വീക്കിൻ്റെ ബുധനാഴ്ച വൈകിട്ട് എത്ര പേർക്ക് വരാൻ കഴിയും? ഞാൻ കയ്യൊന്ന് കണ്ടോട്ടെ. ഓക്കെ, കൈതാത്തിൻ്റെ സെക്കൻഡ് വീക്കിൻ്റെ ബുധനാഴ്ച പകലാണെങ്കിൽ എത്ര പേർക്ക് വരാൻ കഴിയും? കയ്യൊന്ന് കണ്ടോട്ടെ. ഓക്കെ, പകലും രാത്രിയിലും നമ്മൾ കൂടും. പകലും രാത്രിയിലും നമ്മൾ കൂടും. എനിക്ക് തോന്നുന്നു ഈ കാർപ്പറ്റ് കൊണ്ട് തികയത്തില്ല. എൻ്റെ വീട്ടിൽ നിന്ന് ഞാനൊരു പായൂടെ കൊണ്ടുവരും. സ്വന്തം വീടുകളിൽ നിന്ന് ഓരോ പാ കൊണ്ടുവരാൻ കഴിയുന്നവർ കാറിനകത്ത് ഇരുന്നോട്ട് ഇങ്ങോട്ട് എടുക്കണ്ട. ഇവിടെ ഇടാനൊരു സ്ഥലമുണ്ട്. നിങ്ങൾക്കൊരു മൂടുണ്ടെങ്കിൽ കാറിൽ നിന്ന് എടുത്തുകൊണ്ട് വരിക, തറയിലോട്ട് ഇടുക, കമന്ന് വീണ് ദൈവസന്നിധി കിടക്കുക. കർത്താവേ ഞങ്ങളെ ഒന്ന് എഴുന്നേൽപ്പിച്ചേ മതിയാകൂ. ഈ പറയുന്ന ആശയം മനസ്സിലാകുന്നുണ്ടോ? പട്ടണത്തിനൊരു വിടുതലിന് വേണ്ടി പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. റിനിയ മഞ്ചല ദാഗ സക്കിയ അരവേ റബദ റച്ചു നമാസിഹാജ ലബദ കടൂദന റക്കാസിയാര. നിലവിളിക്കുന്ന ഒരു സമൂഹം, അനുദപിക്കുന്ന ഒരു സമൂഹം സഭയിൽ നിന്ന് എഴുന്നേൽക്കട്ടെ. വരുവീൻ, വരുവീൻ, നമുക്ക് യഹോവയുടെ അടുക്കലേക്ക് മടങ്ങി വരാം. അവൻ നമ്മെ കടിച്ചു കീറി, അവൻ നമ്മെ സൗഖ്യമാക്കും. അവൻ നമ്മെ കടിച്ചു കീറി, അവൻ നമ്മെ സൗഖ്യമാക്കും. സഖറിയാവിൽ വിളിച്ചു പറഞ്ഞ എന്റെ അടുക്കൽ മടങ്ങി വരിക, വിശുദ്ധന്മാരെ യഥാസ്ഥാനപ്പെടാം. എപ്പോഴാ മടങ്ങി വരേണ്ടത്? മോനെ പാടല്ലേ, എപ്പോഴാ മടങ്ങി വരേണ്ടത്? മീവൽ പക്ഷിയും കൊക്കും അതിൻ്റെ കാലം അറിയുന്നു. എൻ്റെ ജനം അറിയുന്നില്ല. മീവൽ പക്ഷിയും കൊക്കും അതിൻ്റെ കാലം അറിയുന്നു. കാലം ഗ്രഹിച്ചവർക്കായി സ്തോത്രം, കാലം ഗ്രഹിച്ചവർക്കായി സ്തോത്രം. എവിടേക്കാണ് മടങ്ങി വരേണ്ടത്? എപ്പോഴാ വരേണ്ടത്? ഇപ്പോഴാ രക്ഷാ ദിവസം, ഇപ്പോഴാ വരേണ്ടത്. എവിടേക്കാണ് വരേണ്ടത്? ദൈവസന്നിധിയിലേക്കാണ് വരേണ്ടത്. ക്രൂശിൻ്റെ ചുവട്ടിലേക്കാണ് വരേണ്ടത്. ഇന്ന് പകലെ ക്രൂശിൻ്റെ ചുവട്ടിലേക്കൊന്ന് മടങ്ങി വരുവാൻ, ദൈവസഭയിലേക്കൊന്ന് മടങ്ങി വരുവാൻ കർത്താവ് നമുക്കൊരു കൃപ തന്നു. ഒരു പുതിയ തീരുമാനം ജീവിതത്തിൽ എടുക്കുമോ? പരിശുദ്ധാത്മാവ് അനേകരെ തൊട്ടുവെന്ന് എനിക്ക് സ്പഷ്ടമായി ബോധ്യമുണ്ട്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിനാൽ തൊടപ്പെട്ടവർ, ഞാൻ പറഞ്ഞില്ല എൻ്റെ പേരിൽ രണ്ടാമതൊരു ഊത്തായി ഇന്നിവിടെ നിൽക്കുന്നല്ലേ, എന്നിവിടെ നിൽക്കത്തില്ല. 51 വരെ താണതാണ്. ചോക്ലേറ്റിൽ നിന്ന് പല പരിപാടികൾ നോക്കി ഇതെല്ലാം കഴിഞ്ഞ് സഹോദരന്മാർ കൂടി ഒന്ന് പ്രാർത്ഥിച്ച ശേഷമാണ് ഒന്ന് എഴുന്നേക്കാറായത്. എന്നിട്ട് ഞാൻ വന്നിവിടെ ഇരിക്കുകയായിരുന്നു. സ്റ്റേജിൽ കയറിയതൊക്കെ പിന്നീടാണ്. ഇന്ന് പകൽ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ സമയമായെന്നും രണ്ടാം സ്പർശനത്തിൻ്റെ ദൈവിക നേരമായെന്നും സെപ്റ്റംബർ 1 ബോധ്യമായവർ അത്രയും പേരൊന്ന് എഴുന്നേറ്റ് നിന്നേ നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ അടുത്ത സ്പർശനത്തിൻ്റെ സമയമായി എന്ന് കർത്താവും ദൈവവുമേ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ പാദത്തിലേക്ക് വരികയാണ്.
ഞങ്ങൾ അങ്ങയുടെ അടുക്കലേക്ക് അനുതാപവാക്യങ്ങളോടെ മടങ്ങി വരികയാണ്. യഹോവേ, മടങ്ങി വരണമേ, അങ്ങയുടെ കൂടാരത്തിലേക്ക് മടങ്ങി വരണമേ. ഞങ്ങൾ അങ്ങയുടെ മക്കളിലേക്ക് മടങ്ങി വരികയാണ്. ഇന്ന് പകൽ ഞങ്ങളെ തൊടണമേ കർത്താവേ. അത് യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പാട്ട് പാടിക്കട്ടെ.